السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة وسلاما عليك يا رسول الله. خذ بأيدينا قلت حيلتنا فادركنا يا حبيب الله، فادركنا يا حبيب الله، فادركنا يا حبيب الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. الله أكبر. സഹോദരന്മാരെ, പണ്ഡിതന്മാരെ, സ്നേഹിതന്മാരെ, സാദാത്തുക്കളെ, സഹപ്രവർത്തകരെ, നമ്മുടെ ഒരു അഡ്മിന് ആരാണെന്നറിയില്ല, ഏതായിരുന്നാലും ഒരു അഡ്മിന് കണ്ണോപ്പറേഷനാണെന്ന് അറിയാൻ കഴിഞ്ഞു. അല്ലാഹു ഓപ്പറേഷനൊക്കെയും റാഹത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കുമാറാവട്ടെ. പെട്ടെന്ന് തന്നെ ശിഫ നൽകി നല്ല കാഴ്ചയും മറ്റും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജാറങ്കണ്ടി സാഹിബ് അവറുകളുടെ നല്ല സാരോപദേശമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. അതിന് മുമ്പ് ദുആവൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ബഹുമാനപ്പെട്ട കാവന്നൂർ ഉസ്താദിന്റെ ദുആയുടെ ലാസ്റ്റാണ് എത്തിപ്പെട്ടത്. ഇൻഷാ അല്ലാഹ് ഉസ്താദുമാരൊക്കെ ദുആ ചെയ്യും എന്ന പ്രതീക്ഷയോടുകൂടെ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. നമ്മൾ 2-3 ദിവസമായി, 3ാമത്തെ ദിവസമാണെന്ന്, സൂറത്തുൽ ദുഹ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ദുഹായെ സൂറത്തിനെ സംബന്ധിച്ച നാമങ്ങൾ, അതിന്റെ പവിത്രതകൾ, അത് ഓതിയാലുള്ള ഗുണങ്ങൾ, അതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ അതിന്റെ തുടക്കത്തിലുള്ള 2, 3, 4 ആയത്തുകളും വദ്ദുഹ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വരെയാണ് എത്തിയത്. ഇനി നമുക്ക് പറയാനുള്ളത് വലസൗഫ യുഅതീക റബ്ബുക ഫതർദാ എന്ന് തുടങ്ങിയിട്ടുള്ള ആയത്താണ്. ഈ സൂറത്ത് നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, ഈ സൂറത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹാണ് ഫുള്ളുള്ളത്. ഫുള്ളുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹാണ്. അവിടുത്തെ പ്രശംസയാണ്, അവിടുത്തെ മൗലിദാണ് ഇതിൽ പരാമർശിക്കുന്നത്.
അല്ലാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവന് ഇഷ്ടപ്പെട്ട സ്വാലിഹായ സൽക്രമമായി നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ. പാപികളും ദോഷികളുമായ നമ്മുടെ ദോഷങ്ങളൊക്കെയും അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. നാം ചെയ്ത പാപത്തിന്റെ കണക്കെടുക്കാൻ പോലും കഴിയാതെ രഹസ്യമായും പരസ്യമായും അറിഞ്ഞും അറിയാതെയും ഒക്കെ ചെയ്ത ദോഷങ്ങളുണ്ടാവും. അല്ലാഹു അതൊക്കെ പുറത്തു തരുമാറാവട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖ് ബറക്കത്ത് കൊണ്ട് എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു തരട്ടെ. മാതാപിതാക്കൾ, ഉസ്താദുമാര്, മശായിഖന്മാര്, നമ്മുടെ കൂട്ടുകുടുംബക്കാര്, അയൽവാസികള്, സ്നേഹിതന്മാര്, സുഹൃത്തുക്കള്, നമുക്ക് ഭക്ഷണം നൽകിയവര്, ഇൽമു പഠിക്കാൻ സഹായിച്ചവര്, വസ്ത്രം നൽകിയവര്, വിസ നൽകിയവര്, ജോലിക്ക് സഹായിച്ചവര് ആരൊക്കെയുണ്ടോ അവർക്കൊക്കെയും അല്ലാഹുവേ നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റഹ്മാനേ. അവരുടെ ജീവിതത്തിലൊക്കെയും നീ ഖൈറും ബറക്കത്തും നൽകണേ തമ്പുരാനെ. അർഹമുർ റഹീമായ രാജസയ്യിദായ തമ്പുരാനെ, അവരിൽ നിന്ന് മരണപ്പെട്ടുപോയ ആളുകളുടെ ഖബറിടം നീ സ്വർഗീയമാക്കണേ അല്ലാഹ്. എല്ലാ ദോഷങ്ങളും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനേ. ഈ സംരംഭത്തിന് വേണ്ടി സഹായിച്ചവര്, സഹകരിച്ചവര്, ഇതിന് ബീജാഭാവം നൽകിയവര്, ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവര്, ഉറക്കൊഴിച്ചുകൊണ്ട് നമ്മുടെ റൂമിനെ ഹയാത്താക്കുന്നവര്, ചർച്ചകളിൽ സജീവമാവുന്നവര്, അതിനുവേണ്ടി സഹകരിക്കുന്നവര്, അതിന് പ്രോത്സാഹനം നൽകുന്നവര്, അവർക്കൊക്കെയും നീ അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനേ. എന്തെങ്കിലും വല്ല പോരായ്മകളും വന്നു പോകുന്നുണ്ടെങ്കിൽ നീ അതൊക്കെ പരിഹരിക്കണേ റഹ്മാനേ. ഞങ്ങളിൽ നിന്ന് വേണ്ടപ്പെട്ടുപോയ മാതാപിതാക്കൾ അവരുടെ ഖബറുകൾ നീ സ്വർഗീയമാക്കി കൊടുക്കണേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു കൊടുത്ത വലിയ സ്ഥാനത്തെയാണ് പറയാൻ പോകുന്നത്. ഒരാൾക്കും കൊടുക്കാത്ത സ്ഥാനം. ആ സ്ഥാനത്തെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. പറഞ്ഞ് തീരുമെന്നറിയില്ല, തീർക്കണം. കുറച്ചൊക്കെ നമ്മൾ വിശദീകരണം ചുരുക്കിയിട്ട് ഇന്ന് ഈ സൂറത്താണ് തീർക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ തീർന്നെങ്കിൽ നന്നായി. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ബൈക്കച്ച് നിർത്തിയിട്ട് നാളെ തുടങ്ങാം. എല്ലാരും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? നിന്ന് പൂവടിച്ചാണ് എത്ര ആളുണ്ട് എന്ന് കാണാലോ. 1 2 3 4 അത് അങ്ങനെ കൊണ്ടിരിക്കുന്നത്. 5 ആള് മതി, അതിൽ കൂടുതൽ തോന്നുന്നില്ല. 5 ആള് മതി. 5 ആള് നമ്മളെ കണക്ക്. അതിൽ കൂടുതലുള്ളതൊക്കെയും വലിയ അനുഗ്രഹമാണ് അല്ലാഹുവിന്റെ. എല്ലാ അനുഗ്രഹം തന്നെ, അത് പ്രത്യേകിച്ചും. മനസ്സിലായ? പിന്നെ പ്രത്യേകമായി പ്രാർത്ഥിക്കാനുള്ളത് നമ്മുടെ ഈ ഇപ്പൊ നടക്കണ ഈ ഫിത്ന, വലിയ ഫിത്നായിപ്പോയി. ഏതായാലും സംഗതി ഓൺലൈൻ രംഗത്തുണ്ടെങ്കിലും പുറത്ത് നാട്ടിലൊന്നും ഇവിടെ പ്രശ്നമല്ല. ഓൺലൈൻ രംഗത്തൊക്കെ കാര്യമായിട്ട് വെല്ലുവിളിയും അത് പോർവിളിയും ഒക്കെ നടക്കുന്നത് ഓൺലൈൻ രംഗത്താണ്. അല്ല, നാട്ടിലിപ്പോ ഇങ്ങനത്തെ യാതൊരു ചർച്ചയും കാര്യമില്ല. ഓൺലൈനുമായി ബന്ധപ്പെടുന്ന ആളുകളുടെ ഇടയിലാണ് ഈ ചർച്ച ഉള്ളത്. അപ്പൊ വലിയൊരു ഫിത്തന ഏതായാലും തുടങ്ങി വെച്ചല്ലോ. ഫിത്തന തുടങ്ങാനൊരു പണിയുണ്ടാവില്ല.
ഉത്തർപ്രദേശിൽ കണ്ടില്ലേ, 10-27-30 ആളേറ്റം മരിച്ചുപോയി വർഗീയ കലാപത്തിൽ. എന്തേ കാരണം? നിസ്സാരമാണ് കാരണം. വളരെ നിസ്സാരം. ആ നിസ്സാരമായ എന്തോ ഒരു കാരണം കൊണ്ട് അവിടെ വർഗീയ കലാപങ്ങളുണ്ടായി. മുമ്പ് ഒരാള് പറഞ്ഞത് ഖഡ്ജോ ഗിഡ്ജോ എന്നൊരു ജഡ്ജി ഉണ്ടായിരുന്നല്ലോ, അയാള് പറഞ്ഞു നോക്കുന്നത് നമ്മളെ ഈ ഇന്ത്യയിലെ ജനങ്ങൾ വളരെ വലിയ മണ്ടന്മാരാണെന്ന്. മണ്ടന്മാരാണ് സത്യത്തിൽ. എന്തെങ്കിലും ഒന്നുണ്ട് കാണുമ്പോഴത്തേനും എന്ത് ചെയ്യുക, എന്നിട്ട് കലാപം തന്നെ. എന്നിട്ട് എത്ര ജീവനുകളാണ്, എത്ര സമ്പത്താണ്, എന്താണ് കാരണം ഉണ്ടാകുക? എന്തെങ്കിലും നിസ്സാരം ഏതെങ്കിലും ഒരു ചങ്ങായി എന്തെങ്കിലും ചെറിയൊരു പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ. അപ്പൊ ഒരു ഫിത്ന തുടങ്ങാൻ ചെറിയത് മതി. ഒരു പൊരി തീപ്പൊരി ഉണ്ടെങ്കിൽ ഒരു നാടൊന്നായിട്ട് ചുട്ട് ചാമ്പലാക്കാൻ കഴിയും. അപ്പൊ ഫിത്നക്കാരുടെ ഫിത്നയെ തൊട്ടൊക്കെ അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ, നമ്മുടെ പ്രസ്ഥാനത്തെ കാത്തു രക്ഷിക്കുമാറാവട്ടെ, നമ്മുടെ നേതാക്കളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ, നമ്മൾ ഉസ്താദുമാരെ കാത്തു രക്ഷിക്കുമാർ. പല രീതിയിലും പല കോലത്തിലുമാണ് ഫിത്നകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അവരിലേക്ക് തന്നെ അതിനെ തിരിച്ച് ഒരു ദൃഷ്ടാന്തമായിട്ട് എന്ത് ചെയ്യണം, അള്ളാഹു ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ഹിദായത്ത് കൊടുക്കാനും നല്ല മനസ്സ് കൊടുക്കാനും ഉദ്ദേശിക്കും. അള്ളാഹു അങ്ങനെ കൊടുക്കട്ടെ. ആരും ചീത്ത ആയി പോകണമെന്ന് നമുക്ക് ആഗ്രഹിക്കാൻ പാടില്ലല്ലോ. എല്ലാവരെ കൊണ്ട് ദീനിനും സമൂഹത്തിനും ഉപകാരമില്ല. അവർക്കൊരു ഹിദായത്തിനെ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അതൊരു ദൃഷ്ടാന്തമായിട്ട് തന്നെ നമുക്ക് കാണണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ സഹോദരന്മാരെ, പിന്നെ അള്ളാഹു പറയുന്നു, വലസൗഫ യുഅ്തീക റബ്ബുക ഫതർല്ലാഹ്. വലസൗഫ പിന്നീട്, യുഅ്തീക തങ്ങൾക്ക് അള്ളാഹു നൽകും, അല്ല യുഅ്തീക തങ്ങൾക്ക് നൽകും, റബ്ബുക തങ്ങളുടെ രക്ഷിതാവ് നൽകും, ഫതർല്ലാ അപ്പൊ തങ്ങളും ചെയ്യും, തൃപ്തിപ്പെടുകയും ചെയ്യും എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ എന്ത് നൽകുന്നു പറഞ്ഞിട്ടില്ല. വലസൗഫ യുഅ്തീക റബ്ബുക തങ്ങളുടെ രക്ഷിതാവ് തങ്ങൾക്ക് നൽകും. എന്ത് നൽകും? എല്ലാം നൽകും. സുബ്ഹാനല്ലാഹ്. ഈ ഒരൊറ്റ പദം തന്നെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ പേജുകളാണ് നിരത്തിയിട്ടുള്ളത്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല, അല്പം മാത്രം വേണമെങ്കിൽ പറയാം. ധാരാളം അല്ലാഹുവിന്റെ റസൂലിന് കൊടുക്കും. അത് ദുന്യാവിലും കൊടുക്കും, ആഖിറത്തിലും കൊടുക്കും. അതുകൊണ്ടാണ് ഇവിടെ നമ്മളെ ഈ ഇതിലുണ്ട് നിയമമുണ്ട്, അറബി ഗ്രാമറിലെ നിയമമുണ്ട്. മഫ്ഊലിനെ മഫ്ഊൽ ഏത് മഫ്ഊലായാലും, മഫ്ഊല് സാനിയായാലും സാലിസായാലും എത്ര ആയാലും ശരി, മഫ്ഊലുകളെ കളയുമ്പോൾ ആ കളയുന്നത് ഉമൂമുൽ അഫ്റാദ്, ഉമൂമിനെ ഫായിദപ്പിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ വ്യാപകാർത്ഥത്തെ കുറിക്കുന്നതാണ്. നറബ സെയ്ദുൻ അമ്രെന്ന് പറഞ്ഞാല് സെയ്ദ് അമ്രിനെ അടിച്ചു എന്ന് പറഞ്ഞാൽ ആ അടി അമ്രിൽ അവിടെ എന്തായി? മുൻഹസിറായി. അല്ലെ? ആ വാക്കിലൂടെ നമുക്ക് അതെല്ലാം മനസ്സിലാണത്, അമ്രിനെയാണ് അടിച്ചതെന്നുള്ളത്. നറബ സെയ്ദെന്ന് മാത്രം പറഞ്ഞാലോ, സെയ്ദ് ആരൊക്കെ അടിച്ചെന്നൊരു കൊടുത്തുണ്ടാവില്ല, കുറെ ആൾക്കാർ അടിച്ചതുപോലെ തോന്നും നമുക്ക്. അത് അറബി ഗ്രാമറുമായി കൂടുതൽ ബന്ധമില്ലാത്തവർക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ്. നറബ സെയ്ദ് സെയ്താണ്ട് അടിച്ച് നിരത്തിന്നല്ല. നമ്മളെവിടെയെങ്കിലും കുഴപ്പമുണ്ടായ പോയില്ലേ, ഓനാണ്ട് അടിച്ച് നിരത്തിയിരുന്നു. ആർക്ക് അടി കിട്ടി അത് പറയില്ല. എന്തുകൊണ്ട്? ഒരാളും രണ്ടാളും ഇല്ല, പല ആളുകളെ ഓൻ അടിച്ച് തൂഫാനാക്കി നൽകും. അപ്പൊ അടി കൊണ്ട ആളെ പറയാതിരിക്കുന്നത്, അടി കൊണ്ട ആളുകളുടെ
വൈപുല്യം, അവരുടെ ആധിക്യം കുറിക്കാൻ വേണ്ടി അങ്ങനെ പ്രയോഗിക്കാറുണ്ട്. എന്നതുപോലെ ഇവിടെ അടിയോടടി എന്നതുപോലെ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് കൊടുത്തത് എന്ന് വ്യക്തമാക്കുന്നേയില്ല. എല്ലാ സംഗതിയും കൊടുത്തു. അല്ല നിങ്ങൾ സഹോദരന്മാരെ, ഇവിടെ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ കഴിയും. വല സൗഫ, വല എന്ന് പറയുന്നത് അത് പിന്നെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ്. പിന്നീട് തരുക തന്നെ ചെയ്യുന്നതാണ്. അതിനാണ് ഈ ലാമാണ് കൊടുത്തിട്ടുള്ളത്. ലാമുൽ ഇബ്തിദാ എന്ന് അതിന് പറയാം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ലാമ്. അപ്പൊ വല സൗഫ എന്ന് പറഞ്ഞാൽ പിന്നീട് നമ്മൾ തരുക തന്നെ ചെയ്യും. യുഅ്തീക, തങ്ങൾക്ക് തരുക തന്നെ ചെയ്യും. റബ്ബുക, തങ്ങളുടെ രക്ഷിതാവ്. എവിടെ തരും? ഫിൽ ആഖിറത്തി മിനസ് സവാബി എന്നാണ്. ആഖിറത്തിൽ വലിയ കൂലി നൽകും. അതിന് വിശദീകരിക്കാൻ വരുന്നുണ്ട്. പിന്നെന്തും നൽകും? വൽ കറാമത്തി, വലിയ ബഹുമതിയും നൽകും. വശഫാഅത്തി, ശഫാഅത്തും നൽകും. മനസ്സിലായ? ബഹുമതി എന്തിച്ചും ശഫാഅത്ത് ഉണ്ടാവണമെന്നില്ല. ബഹുമതി അമ്പിയാക്കൾക്കുണ്ട്, പക്ഷേ അവർക്കും ഇപ്പറയപ്പെടുന്ന ശഫാഅത്തില്ല. അതായത് ശഫാഅത്തുൽ ഉദുമ എന്ന് പറഞ്ഞിട്ടുള്ള ശഫാഅത്തുണ്ട്. ആ ശഫാഅത്ത് ആർക്കില്ല? ആരപ്പോൾ നോട്ടീസ് ഒട്ടിക്കാനായിട്ട് കുറച്ച് ആൾക്കാർ നടക്കുന്നുണ്ട്. മനസ്സിലായ? എന്താവട്ടെ. പിന്നെ എന്തേ പറഞ്ഞിട്ടാണ് ശഫാഅത്തുൽ ഉദുമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശഫാഅത്തുണ്ട്. അതാർക്കും നൽകിയിട്ടില്ല. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമേ ഉള്ളൂ. പിന്നെയോ ഗൈരി ദാലിക, അതല്ലാത്തതുമുണ്ട്. ഇലാ അൻ തർദാ, വേണ്ട നബിയെ തങ്ങൾ ഇഷ്ടപ്പെടുന്നത് വരെ. ഇതിന് പ്രധാനമായിട്ടുള്ള എന്താണെന്നറിയോ? ഇതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്താണ്. ആരുമാരും സഹായിക്കാനില്ലാതെ ജനങ്ങൾ ഇങ്ങനെ വെപ്രാളപ്പെടുകയാണ്. ഒരു ചാണകലത്തിൽ സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുമ്പോൾ പ്രയാസപ്പെട്ട് ദുരിതപ്പെട്ട് ജനങ്ങൾ മഹ്ശറയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരൊറ്റ കാലിൽ ഇരിക്കാനും കിടക്കാനും വിശ്രമിക്കാനും ഒന്നും കഴിയാതെ പ്രയാസങ്ങളുടെ ദുരിതക്കടലിൽ ദുരിതമനുഭവിക്കുമ്പോൾ ആളുകൾ പറയും, എവിടേക്കെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ മതി, നരകത്തിലാണെങ്കിൽ നരകത്തിൽ ഒന്ന് എത്തിപ്പെട്ടാ മതിയായിരുന്നു എന്നിങ്ങനെ വ്യാകുലപ്പെടുന്ന ഘട്ടത്തിൽ അവര് അമ്പിയാക്കളുടെ അടുത്ത്, ഓരോ നബിമാരുടെയും ഉമ്മത്തുകൾ ഓരോരുത്തരുടെ അവരവരുടെ നബിമാരെടുത്ത് പോകുന്നവരാണ്. അങ്ങനെയാണ് മഹാന്മാരായ പണ്ഡിതന്മാർ തഹ്ഖീഖാക്കിയിട്ടുള്ളത്. മനസ്സിലായ? അതിന്റെ ആവശ്യമുള്ളൂ. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഓരോ നബിമാരുടെയും ഉമ്മത്തുകൾ അവരവരുടെ നബിമാരുടെ അടുത്ത് പോയിട്ട് ശഫാഅത്ത് ചെയ്യും. പക്ഷേ എല്ലാവർക്കും ശുപാർശകനായിട്ട് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനലഹ, ഞാനാണ് അതിന്റെ അവകാശി എന്ന് പറയും. അതാണ് ഒരു കവി പാടിയത്. സഖത്താ സുജൂദൻ ഇലൽ കഫാരി ശാഫിഉനാ അജാബഹു ഫഅസൽ തുഅതാ ബിലാ നദമി. സഖത്താ സുജൂദൻ ഇലൽ ഖഹാരി ശാഫിഉനാ അജാബഹു ഫഅസൽ തുഅതാ ബിലാ നദമി. അല്ലാഹുവിന്റെ ഹബീബ് എന്തൊരു ഹബീബാണ് സുഹൃത്തുക്കളെ. അമ്പിയാക്കളൊക്കെ അവിടെ
അമ്പിയാക്കളൊക്കെ നഫ്സി നഫ്സി എന്ന് പറയുന്ന ഘട്ടാണത്. അപ്പോഴും ഹബീബ് പറയും ഉമ്മത്തി ഉമ്മത്തി എന്നാ പറയാ. ആരുമാരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ഘട്ടം. ഈ ഉമ്മത്തുകളുടെ മോചനത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശുപാർശ ചെയ്യുകയാണ്. അപ്പോൾ അല്ലാഹു പറയും ആ ഹബീബിനെ എപ്പോഴും സ്നേഹിക്കണം നമ്മൾ. ആ ഹബീബിന്റെ മേൽ എപ്പോഴും സ്വലാത്ത് ചെല്ലണം നമ്മൾ. ആ ഹബീബിനെ വേദനിപ്പിക്കും ഒന്നും പറയാൻ പാടില്ല നമ്മൾ. ആ ഹബീബിന്റെ ആസാറുകളാണെന്ന് കേട്ടതിനെ ആദരിക്കണം നമ്മൾ. ആ ഹബീബിന്റെ ഷാറാണെന്ന് കേട്ടതിനെ നമ്മൾ ബഹുമാനിക്കണം. ഒരിക്കലും തന്നെ നിസാരമാക്കുന്ന പ്രവർത്തനങ്ങൾ വരാൻ പാടില്ല. അപ്പോ അതാണ് ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഒരു ഏത് വലസൗഫ യുഅതീക റബ്ബുക ഫതർദാ, തങ്ങൾക്ക് നൽകി എന്ന് പറഞ്ഞ ഈ ശഫാഅത്തുൽ ഉദുമയാണ്. അതിന് കിട്ടിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷവാനായി മാറും. നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ, ഇവിടെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തികളെ സംബന്ധിച്ച് ഇങ്ങനെ ഓർത്തിരിക്കുകയാണ്. അങ്ങനെ ഓർത്തിരിക്കുന്ന ഘട്ടത്തിൽ നബി അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നു ഉമ്മത്തി ഉമ്മത്തി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാലോ മരണശേഷം എന്തൊക്കെയാ നടക്കാൻ പോകുന്നുണ്ട്. ഈ ഉമ്മത്തിലൊരു വിഭാഗം ആളുകൾ നരകത്തിൽ കടക്കുന്ന ഹബീബിന് അറിയില്ലേ കൂട്ടരെ? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്താകുലനായിരിക്കുകയാണ്. ഇരിക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ഉമ്മത്തി 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 എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് പറയുകയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞുപോയി. ഹബീബിന്റെ കരച്ചിൽ കേട്ടപ്പോൾ ഹബീബും മഹബൂബായ അള്ളാഹുല്ലേ, ആ അള്ളാഹുവും തമ്മിലുള്ള ബന്ധം അത്രക്കും വലിയ ബന്ധല്ലേ. ഹബീബിന്റെ കരച്ചിൽ കേട്ടപ്പോൾ അള്ളാഹു പറഞ്ഞു യാ ജിബ്രീൽ ഇദ്ഹബ് ഇലാ മുഹമ്മദിൻ വസ്അൽഹു മാ യുബ്കീക. പറഞ്ഞത് ഇദ്ഹബ് ഇലാ മുഹമ്മദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോകൂ, എന്നിട്ട് ചോദിക്കൂ മാ യുബ്കീക, നിങ്ങളെ കരയിപ്പിച്ച വസ്തു എന്താവുന്നു എന്ന് ചോദിക്കണം ജിബ്രീലേ. വഹുവ അഅലമു, സംഗതി അല്ലാഹുക്ക് അറിയാതൊക്കെ. അല്ലാഹുക്ക് അറിയാത്ത വല്ലതും ഉണ്ടോ? അള്ളാഹുവിന് അറിയാത്ത വല്ല സംഗതി ഉണ്ടോ? പക്ഷേ എന്ത് ചെയ്യണം, അള്ളാഹു പറഞ്ഞേക്കാണ് ജിബ്രീൽ അലൈഹിസ്സലാം. അത് സാന്ത്വനത്തിന്റെ ഏതാണ് ഭാഗമായിട്ടാണത്. നമ്മൾ കുട്ടികൾ എന്തേലൊക്കെ കരഞ്ഞിട്ട് നമുക്ക് അറിയാലോ. അപ്പൊ കരഞ്ഞ എന്തിനാന്നൊക്കെ നമുക്കറിയാം. എന്നാലും നമ്മൾ എന്തേ മോനെന്ന് ചോദിക്കൂലേ? കുട്ടികൾ എന്തിനാ കരഞ്ഞത്? ചിലപ്പോ ആരെങ്കിലും ഉമ്മ അടിച്ചതിന്റെ പേരിൽ കുട്ടികൾ കരഞ്ഞിട്ടുണ്ടാവും. അപ്പൊ വാപ്പ പൊതുവെ എങ്ങനെയാണ്, പിന്നെ ഉമ്മ അടിക്കും വാപ്പ എന്തെങ്കിലും സാന്ത്വനപ്പെടുത്തലാണല്ലോ. അപ്പൊ ഉമ്മ കുട്ടികളെ അടിക്കുമ്പോ എന്ത് ചെയ്യും, അടിച്ചിങ്ങനെ കരയുമ്പോ വാപ്പാക്കറിയാം ഉമ്മ അടിച്ചിട്ടാണ് എന്നുള്ളത്. എന്നാലും വാപ്പ പോയിട്ട് എന്ത് ചെയ്യും, അവിടുത്തെ തലയിൽ കൈവച്ചിട്ട് എന്തേ മോനെ പറ്റിയെന്ന് ചോദിക്കും. എന്തേ മോനെ പറ്റിയെന്ന് അറിയാത്തതുകൊണ്ടാ. അതൊരു സാന്ത്വനമാണ്. അതാണ് ഇവിടെ പറയുന്നത് വഹുവ അഅലമു, അല്ലാഹുവിനറിയാം. പക്ഷേ അള്ളാഹുവിന്റെ സാന്ത്വനത്തിന്റെ ഭാഗമായി കൊണ്ട് ചോദിക്കുന്നു. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം വരികയാണ്. ഫാത്താ ജിബ്രീൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഅഖ്ബറഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിമാ ഖാല. ഫഖാല അല്ലാഹു യാ ജിബ്രീൽ. അങ്ങനെ എന്ത് ചെയ്യുന്ന വിഷയമൊക്കെ ചോദിച്ചറിഞ്ഞ് അള്ളാഹുവിനോട് വിവരം പറഞ്ഞ് ഇങ്ങനെ സംഭവം. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം എന്ത് ചെയ്ത് വീണ്ടും അള്ളാഹുവിനോട് പോയി പറഞ്ഞു. ചുരുക്കി പറയാണ് ഞാൻ. അപ്പൊ അള്ളാഹ് പറഞ്ഞു ഇദ്ഹബ്, ഇലാ മുഹമ്മദിൻ വഖുൽ ലഹു,
മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയൂ, ഇന്നാ സനുർദീക ഫീ ഉമ്മത്തിക വലാ നസൂക. നബിയോട് ചെന്ന് പറയൂ, ഇന്നാ സനുർദീക, നബിയെ തങ്ങളെ നാം തൃപ്തിപ്പെടുത്തും, ഫീ ഉമ്മത്തിക, തങ്ങളുടെ ഉമ്മത്തിന്റെ കാര്യത്തിൽ, വലാ നസൂക, തങ്ങളെ നാം ബുദ്ധിമുട്ടാക്കൂല നബിയേ എന്ന് പറയാൻ വേണ്ടി പറഞ്ഞു എന്നാണ്. കണ്ട നിങ്ങൾ സഹോദരന്മാരെ, അതാണ് ഇതിലെ ഈ വലസൗഫ യുഅ്തീക റബ്ബുക ഫതർദ എന്ന് പറയുന്നതിലെ പ്രധാനപ്പെട്ട ഒരു ആശയം അതാണ്. അശ്ശഫാഅത്തുൽ ഉളുമാ, വലിയ ശഫാഅത്ത്. നോക്കൂ നിങ്ങൾ, ഇവിടെ അല്ലാഹുവിന്റെ റസൂലിന് കൊടുക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അൽ മനാഫിഉ, മറ്റൊന്ന് അൽ അത്തഅദീം. എന്താ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാൻ കഴിയും, യുംകിനു ഹംലുഹു അലൽ മനാഫിഇ വഖദ് യുംകിനു ഹംലുഹു അലൽ തഅദീം. കണ്ടാ, ഇവിടെ യുഅ്തീക റബ്ബുക ഫതർദ എന്ന് പറയുന്ന കൊടുക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ്? അത് വലിയ അനുഗ്രഹമാണ് എന്ന മനാഫികൾ, ആ അനുഗ്രഹത്തിന്റെ മേലും ഇതെന്ത് ചെയ്യാം? ചുമത്താം. ബഹുമതിയുടെ മേലും ചുമത്താം. കാരണം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂല് നാളെ സ്വർഗത്തിൽ കിട്ടാൻ പോകുന്ന അനുഗ്രഹത്തിന്റെ ആധിക്യം പറയുന്നുണ്ട്. അവിടെന്ന് പറയുന്നു, അൽഫു ഖസ്രിൻ ഫിൽ ജന്ന മിൻ ലുഉലുഇൻ നബിയദാ തുറാബുഹു മിസ്കുൻ വഫീഹാ മാ യലീഖു ബിഹാ. 1000 കൊട്ടാരങ്ങൾ. കൊട്ടാരം എന്ന് വരുമ്പോ നമ്മളെ ഖത്തറിൽ വരുന്ന കൊട്ടാരമൊന്നുമല്ലട്ടാ. അങ്ങോട്ടും ചിന്തിക്കണ്ട. എന്താ സഹോദരന്മാരെ, അത്രക്കും വലിയ അനുഗ്രഹം സ്വർഗത്തിൽ കിട്ടാൻ പോവുകയാണ്. ആ കൊട്ടാരത്തിനോട് സാദൃശ്യമായി ആവശ്യമായി എല്ലാം കിട്ടുന്നു. അത് വലിയൊരു അനുഗ്രഹമാണ്. പിന്നെയോ മറ്റൊന്ന് തഅ്ലീമാണ്, മഹത്വവൽക്കരിക്കുക, ഇക്റാമ് ചെയ്യുക, ബഹുമാനിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ? ശഫാഅത്ത് നൽകിക്കൊണ്ട് ബഹുമാനിക്കുക. മനസ്സിലായ? അതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്, ഈ തഅ്ലീം ഏതാണ്? ഹുവ ശഫാഅത്തു ഫിൽ ഉമ്മ, അത് ഉമ്മത്തിലുള്ള ശഫാഅത്താണ്, ഉമ്മത്തിന് വേണ്ടിയുള്ള ശഫാഅത്താണ്. ഈ ആയത്തിറങ്ങിയപ്പോഴേ, ഏതായത്ത്? വലസൗഫ യുഅ്തീക റബ്ബുക ഫതർദ എന്നുള്ള ആയത്തിറങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യാ ഹബീബല്ലാഹ്, അവിടെ നിന്ന് പറയുകയാണ്, ഇദൻ ലാ അർദാ വാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ. ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടൂല എന്റെ ഉമ്മത്തിൽ നിന്നുള്ള ഒരാള് നരകത്തിൽ ഉണ്ട് എന്ന് കണ്ടാല് ഞാൻ ഇഷ്ടപ്പെടൂല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തികൾക്ക് വേണ്ടി നിരന്തരം ശുപാർശ ചെയ്യുകയാണ്. 2 ഓപ്ഷൻ കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂഴ്ന്നങ്ങനെ കരയാണ് ഉമ്മത്തിന്റെ കാര്യത്തിൽ, എന്റെ ഉമ്മത്തിനെ മുഴുവനും സ്വർഗത്തിൽ കടത്തണേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് 2 ഓപ്ഷൻ കൊടുത്തു. ഒന്ന്, ഉമ്മത്തികൾ നിസ്ഫിനെ, പകുതിയെ നരകത്തിൽ കടത്തുക, പകുതി ഞാൻ സ്വർഗത്തിൽ കടത്തിക്കോളാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തികൾ ഇന്ന് പകുതി നരകത്തിൽ കടന്ന, അവിടുത്തെ നരകത്തിൽ തന്നെ, പകുതി സ്വർഗത്തിലും. അങ്ങനെ മതിയോ നബിയേ? അതല്ല, ഒരു വിഭാഗം ആളുകൾ ശുപാർശ ചെയ്യാനുള്ള അധികാരം തരാം നബിയേ, ഏതാ വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുത്തതാണ് ഈ ശുപാർശ. മനസ്സിലായോ? അപ്പൊ നിരന്തരം ശുപാർശ ചെയ്തുകൊണ്ട് ദോഷികളായ ആളുകളെ നരകത്തിൽ നിന്ന് നിരന്തരം ശുപാർശ ചെയ്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ.
നോക്കൂ സഹോദരന്മാരെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആയത്ത് ഇത് ശഫാഅത്തുൽ ഉദുമന്റെ മേലെ ചുമത്തലാണ് ഏറ്റവും മുതഅയ്യൻ. അന്നൽ ഹംല അല ശഫാഅത്തി മുതഅയ്യനുൻ. ആ ശഫാഅത്ത് ഏതെല്ലാം രീതിയിലുണ്ടെന്നറിയോ സുഹൃത്തുക്കളെ? അത് ദുന്യാവിൽ വെച്ചുമുണ്ട്. ദുന്യാവിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതകാലത്തും മരണശേഷവും ഈ ഉമ്മത്തിന് വേണ്ടി പൊറുക്കൽ തേടിക്കൊണ്ടിരിക്കുകയാണ്. അറിയോ? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. നബിയെ, തങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുക. ആർക്ക് വേണ്ടി? വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി, മുഅ്മിനാത്തുകൾക്കും മുഅ്മിനീങ്ങൾക്കും വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുക. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹദീസിലില്ലേ, എന്റെ മേൽ എന്റെ ഉമ്മത്തിന്റെ അമലുകൾ വെളിവാക്കപ്പെടും. അങ്ങനെ വെളിവാക്കപ്പെടുമ്പോൾ ആ ഉമ്മത്തിൽ നിന്ന് വല്ല നന്മയും ഞാൻ കാണുകയാണെങ്കിൽ, സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഈ ബൈലക്സ് റൂമിലെ സുന്നി ഗ്ലോബൽ വോയിസ് റൂമൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാകും. അവിടുത്തെ നന്മകളെ കാണുമ്പോൾ ഹമിത്തുല്ലാഹ, ഞാൻ അല്ലാഹുവിനെ ഹംദ് ചെയ്യും. എന്റെ ഉമ്മത്ത് കണ്ടിയ നന്മ ചെയ്യുന്നു. അപ്പൊ അല്ലാഹ് ഇങ്ങനെ ഹംദ് ചെയ്യും, അല്ലാഹുവിന്റെ റസൂല് ഹംദ് ചെയ്യും. മനസ്സിലായ? എന്നാൽ എന്റെ ഉമ്മത്തിൽ നിന്ന് വല്ല തെറ്റും വന്നത് കാണുകയാണെങ്കിൽ ഫസ്തഗ്ഫർതു ലഹു, അവന് വേണ്ടി ഞാൻ പൊറുക്കൽ തേടും. അത് ഖബറിൽ വെച്ചുകൊണ്ടുള്ള അവസ്ഥയാണത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുനിയാവിലും നമുക്ക് വേണ്ടി ശുപാർശ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അപ്പൊ പിന്നെ എങ്ങനെ ഇവിടെ തൃപ്തി വരുന്നത്? അവിടെയുള്ള നമ്മളെ പ്രശ്നം എടുക്കുന്നത്. ഫലസൗഫ യുഅതീക റബ്ബുക ഫതർദാ എന്ന് പറഞ്ഞത് എങ്ങനെ തൃപ്തി ഉണ്ടാകുന്നത്? ഇസ്തിഗ്ഫാർ ചെയ്ത് എന്നതുകൊണ്ട് തൃപ്തി വരുമോ? ഒരാൾ പൊറുക്കലിനെ തേടി പുറത്ത് കിട്ടിയെന്ന് നമുക്ക് ഉറപ്പുണ്ടാവുമോ? എന്നാൽ പുറത്ത് കിട്ടും. റസൂലുള്ളാഹിനോട് പൊറുക്കലിനെ തേടിക്കോ, റസൂലുള്ളാഹിനെ പിന്നെ ഇടയാളനാക്കി പൊറുക്കലിനെ തേടിക്കോ, പുറത്ത് കിട്ടും. കാരണം വലസൗഫ യുഅതീക റബ്ബുക ഫതർദാ, തന്നു കഴിഞ്ഞു നബിയേ എന്നാ പറഞ്ഞത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തു കഴിഞ്ഞു അവിടുത്തെ ഇസ്തിഗ്ഫാറിന്റെ ജവാബ്, ഉത്തരം. പറഞ്ഞ മനസ്സിലായി നിങ്ങൾക്ക്? ഇത് കേൾക്കുന്ന, എന്റെ ശബ്ദം കേൾക്കുന്ന കൂട്ടുകാരെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്തിഗ്ഫാറിന് ഇജാബത്ത്, ഉത്തരം നൽകിക്കഴിഞ്ഞു. പിന്നെ ആ നബിയുടെ അരികിൽ പോയിട്ട് ഇസ്തിഗ്ഫാർ തേടൽ ശിർക്കാണെന്ന് എങ്ങനെ പറയാൻ കഴിയും? അതാണ് മഹാന്മാര് പറയുന്നത്, ഫഅമറഹു, അല്ലാഹു കൽപ്പിച്ചു, ബിൽ ഇസ്തിഗ്ഫാരി വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അമറഹു ബിൽ ഇസ്തിഗ്ഫാരി, ഇസ്തിഗ്ഫാർ കൊണ്ട് അല്ലാഹു കൽപ്പിച്ചു. വൽ ഇസ്തിഗ്ഫാറു, എന്നാൽ ഇസ്തിഗ്ഫാർ ആണെങ്കിലോ ഇബാറത്തുൻ അൻ ത്വലബിൽ മഗ്ഫിറ, മഗ്ഫിറത്തിനെ തേടുന്നതിനെ തൊട്ടുള്ള വാചക പ്രയോഗമാണ് ഇസ്തിഗ്ഫാർ. അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുക എന്നതിനെ തൊട്ട് വാചകമാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. വമൻ ത്വലബ ശൈഅൻ, ഒരാൾ ഒരു വസ്തുവിനെ തേടിയാല് ഫലാ ശക്ക അന്നഹു ലാ യുരീദു റദ്ദാ വലാ യർദാ ബിഹി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ ഒരിക്കലും തന്നെ ഒരു സംശയമില്ല അവിടെ അത് റദ്ദ് ചെയ്യും എന്ന കാര്യത്തിൽ, അല്ല റദ്ദ് ചെയ്യൂല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.
അങ്ങനെ റദ്ദ് ചെയ്യുന്നതിനെ അള്ളാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെടുന്നുമില്ലല്ലോ. അതുകൊണ്ട് റബ്ബുക ഫതർദാ എന്ന് പറഞ്ഞതിന്റെ താല്പര്യം മനസ്സിലായ പറഞ്ഞത്. ഒരിക്കല് ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയേ അന്നഹു ഖാൽ, ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റിളാഉ ജദ്ദി, എന്റെ ഉപ്പാപ്പാന്റെ തൃപ്തി എന്ന് പറഞ്ഞ എന്താണെന്നറിയോ നിങ്ങൾക്ക്? വലസൗഫ യുഅ്തീക റബ്ബുക ഫതർദാ, എന്റെ ഉപ്പാപ്പാന്റെ, ജഅഫർ സാദിഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടിയാണല്ലോ, എന്റെ ഉപ്പാപ്പാന്റെ തൃപ്തി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക്? അല്ലാ യദ്ഖുലന്നാറ മുവഹ്ഹിദുൻ, ഒരൊറ്റ മുവഹ്ഹിദും നരകത്തിൽ കടക്കരുത് എന്നുള്ളതാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ തൃപ്തി. ഇതനുസരിച്ച് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങൾക്ക് എതിരാണെങ്കിലും ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ നിന്ന് ഒരാൾ പോലും നരകത്തിൽ കടക്കൂല. ഉമ്മത്താവണട്ടോ. മുജാഹിദും ജമാഅത്തും അങ്ങനെയുള്ള കക്ഷിയായാൽ അത് ഉമ്മത്തിൽ പെടൂല എന്നാണ്. ഉമ്മത്താണോ എന്ന് നമ്മൾ പരിശോധിക്കണം. അപ്പൊ ഒരൊറ്റ ഉമ്മത്തും നരകത്തിൽ കടക്കൂലാന്ന. അതാണ് ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്, റിളാഉ ജദ്ദി അല്ലാ യദ്ഖുലന്നാറ മുവഹ്ഹിദുൻ, ഒരൊറ്റ മുവഹ്ഹിദും നരകത്തിൽ കടക്കാതിരിക്കാനുള്ള അള്ളാഹുവിന്റെ റസൂലിന്റെ തൃപ്തി. സഹോദരന്മാരെ, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു റസൂലുള്ളാഹിയോട്, വലസൗഫ, പിന്നീട് നമ്മൾ പിന്നീട് തങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും, റബ്ബുക, തങ്ങളുടെ രക്ഷിതാവ്. എന്താ നൽകുന്നത്? അത് ദുന്യവിയാവാം ഉഖ്റവിയാവാം. ഉഖ്റവിയായ ഇത് ഉഖ്റവിയായ പിന്നെ നിഅമത്തുകൾ അല്ലാഹു കൊടുക്കും എന്ന് പറഞ്ഞില്ല. ശഫാഅത്തുൽ ഉളുമാ, അതടക്കമുള്ള ശഫാഅത്തുകള്, അതേ പ്രകാരം തന്നെ ഈ ഇസ്തിഗ്ഫാറുകള്. എന്നാൽ ഈ ദുന്യവിയായ നിഅമത്തുകളും ഇതിന്റെ പരിധിയിലും ഏതൊക്കെയാണ് ആ ദുന്യവിയായ നിഅമത്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കണ്ടാ മഹാന്മാര് പറയുന്നു, ഇശാറത്തുൻ ഇലാ മാ അഅതാഹു അല്ലാഹു തആല മിനൽ ളുഫ്രി ബിഅഅദാഇഹി യൗമ ബദർ. ബദർ ദിവസം ശത്രുക്കളെ എന്റെയും ശത്രുക്കളോട് പടപൊട്ടിയിട്ട് വിജയമുണ്ടാകും എന്ന കാര്യം. അതേ പ്രകാരം യൗമു ഫത്ഹി മക്ക, മക്കം ഫത്ഹിലെ വിജയം. അതേ പ്രകാരം തന്നെ ഈ ദീനിലേക്ക് ജനങ്ങൾ കൂട്ടം കൂട്ടമായി കടന്നു വരിക എന്നുള്ള ഏത് അനുഗ്രഹം കണ്ട. ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത الناس يدخلون في دين الله أفواجا فوجا فوجا فوجا. അങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. മനസ്സിലായ? ആളുകൾ ഇങ്ങനെ കൂട്ടത്തോടെ വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു ഇസ്ലാമിലേക്ക്. അത് വലസൗഫ യുഅ്തീക റബ്ബുക ഫതർദാ എന്നതിന്റെ പരിധിയിൽ അതും പെടും. ഇപ്പോഴും വന്നുകൊണ്ടിരിക്കല്ലേ. നോക്കൂ സഹോദരന്മാരെ, ഇനി മറ്റൊന്നെന്താന്നറിയോ ഇവിടെ വലസൗഫ യുഅ്തീക റബ്ബുക ഫതർദാ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം കിട്ടുന്നതല്ല, അവിടുത്തെ ഉമ്മത്തിന് കിട്ടുന്ന വിജയൊക്കെയും ഈ ആയത്തിന്റെ പരിധിയിൽ വരും. നമ്മുടെ കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ ഇന്ത്യയിലും കേരളത്തിലും നടന്നുകൊണ്ടിരിക്കുന്ന വിപ്ലവകരമായ പ്രവർത്തനവും ഇതിന്റെ പരിധിയിൽ വരും. മനസ്സിലായ? ശൈഖുനാ കാന്തപുരം ഉസ്താദിന്റെയും മഹാന്മാരായ പണ്ഡിതന്മാരുടെയും നേതൃത്വത്തിൽ കേരളത്തിലും ഇന്ത്യയിലും നടക്കുന്ന നവജാഗരണ പ്രവർത്തനങ്ങളുണ്ടല്ലോ, അതും
അള്ളാഹുവിന്റെ റസൂലിന് കൊടുത്തതിൽ പെടും. അതെങ്ങനെ പെടുന്നത്? ആ നവജാഗരണമൊക്കെയും അള്ളാഹുവിന്റെ റസൂലിന് കൊടുത്ത നിഅ്മത്തിന്റെ ഭാഗമാണ്. അതാ കാരണം. മനസ്സിലാക്ക്, ഔലിയാക്കൾക്ക് കിട്ടുന്ന കറാമത്ത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്ത നിഅ്മത്തിന്റെ ഭാഗമാണ്. വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ. അതുകൊണ്ടല്ലേ കറാമത്തിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തിന്റെ ഭാഗമാണ് കറാമത്ത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തിന്റെ ഭാഗമാണ് കറാമത്ത്. അപ്പൊ അവറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെയാണ് യാ റസൂലല്ലാഹ്. നോക്കൂ സഹോദരന്മാരെ, അല്ലാഹു പറഞ്ഞതുപോലെയുണ്ട് വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ എന്ന ആയത്തിലൂടെ അല്ല പറഞ്ഞതുപോലെയുണ്ട് ഇന്നി ഇദാ അക്രംതു അസ്ഹാബക. ഇന്നി ഇദാ അക്രംതു അസ്ഹാബക, തങ്ങളുടെ അനുയായികളെ നാം ബഹുമാനിച്ചാൽ ഫദാലിക ഫിൽ ഹഖീഖതി ഇക്റാമുൻ ലക യാ റസൂലല്ലാഹ്. എന്തേ പറഞ്ഞത്? നിങ്ങളുടെ അനുയായികൾക്ക് നൽകപ്പെടുന്ന ഇക്റാമുകള്, സ്വഹാബത്തിന് കിട്ടിയ ഇക്റാമ്, താബീഴുകൾക്ക് കിട്ടിയ ഇക്റാമ്, തബഉ താബീകൾക്ക് കിട്ടിയ ഇക്റാമ്, ഖിയാമത്ത് നാൾ വരെ ഈ സമുദായത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ബഹുമതികള്, ആ ബഹുമതികളൊക്കെയും ഫദാലിക ഫിൽ ഹഖീഖതി ഇക്റാമുൻ ലക യാ റസൂലല്ലാഹ്. അത് നബിയേ അങ്ങക്കുള്ള ഇക്റാമാണത്. അതുകൊണ്ടാ പറഞ്ഞത് വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ. അമ്മേ മനസ്സിലാക്കേണ്ട സഹോദരന്മാരെ, ഇതുകൊണ്ടാണ് നാളെ മഹ്ശറയിൽ ചെല്ലുമ്പോൾ ആ ഇക്റാമിന്റെ ഭാഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. എല്ലാവരും നഫ്സി നഫ്സി എന്ന് പറയുമ്പോ ഹബീബ് പറയും ഉമ്മത്തി ഉമ്മത്തി. ആ റസൂലുള്ളാഹിക്ക് വേണ്ടി മൗലിദ് ഓതേണ്ട കൂട്ടുകാരെ, ആ റസൂലുള്ളാഹിക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലേണ്ട കൂട്ടുകാരെ, ആ റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടേണ്ട കൂട്ടുകാരെ, ആ റസൂലുള്ളാഹിന്റെ സുന്നത്തുകൾ ഇഹ്യാ ചെയ്യേണ്ട കൂട്ടുകാരെ, എങ്ങനെ നമുക്ക് മാറി നിൽക്കാൻ കഴിയും? നോക്കൂ സഹോദരന്മാരെ, അമ്പിയാക്കളൊക്കെയും പറയും ഹൈസു തഖൂലുൽ അംബിയാഉ നഫ്സി നഫ്സി. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഐ അബ്ദഉ ബിജസാഇ വസവാബി. എന്റെ കാര്യം പരിഗണിക്കണേ എന്ന് അല്ലാഹുവോട് പറയുകയാണ് അമ്പിയാക്കളൊക്കെയും. ഇബ്ദഉ ബിജസാഇ വസവാബി, എന്റെ കാര്യം പരിഗണിക്കണേ എന്ന് ഖബല ഉമ്മത്തി, എന്റെ ഉമ്മത്തികൾക്ക് മുമ്പ് എന്റെ കാര്യം ഒന്ന് രക്ഷപ്പെടണമെന്ന് അമ്പിയാക്കളൊക്കെ പറയും. ലിഅന്ന ത്വഅതി കാനത് ഖബല ത്വഅതി ഉമ്മത്തി, എന്റെ ത്വഅത്ത് എന്റെ ഉമ്മത്തിന്റെ ത്വഅത്തിന്റെ മുമ്പ് പരിഗണിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നഫ്സി നഫ്സി എന്നല്ല പറയുന്നത്. വഅൻത തഖൂലു നബിയേ, അങ്ങ് പറയുന്നത് ഉമ്മത്തി ഉമ്മത്തി. അതായത് ഇബ്ദഇബിഹിം, എന്റെ ഉമ്മത്തിനെ കൊണ്ട് നീ തുടങ്ങുമടച്ചവനെ. ഫഇന്ന സുറൂരി അന്നറാഹും ഫൈസീന ബിതവാബിഹിം. എന്തേ പറഞ്ഞത്? അല്ലാഹുവേ, എന്റെ കാര്യമല്ല എന്റെ ഉമ്മത്തിന്റെ കാര്യം പരിഗണിക്കണം. കാരണം ആ ഫൈന്ന സുറൂരി, എന്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ? അന്നറാഹും, എന്റെ ഉമ്മത്തിനെ കാണലാണ്. ഫൈസീന ബിസവാബിഹിം, അവരുടെ കൂലി കിട്ടിയിട്ട്, അവർക്കുള്ള കൂലി കിട്ടിയിട്ട് സന്തോഷവാന്മാരായി വിജയികളായി കാണലാണ് എന്റെ സന്തോഷം. കണ്ട നിങ്ങള്, ബാപ്പ മക്കള് വലിയ സ്ഥാനത്ത് എത്തുന്നത് അവർക്ക് സന്തോഷമാകുന്നത് പോലെ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ റൂഹിയായ പിതാവാണ്. റൂഹിയായ പിതാവിന്റെ മക്കളാണ് നമ്മളൊക്കെയും. ആ മക്കൾ സ്റ്റാൻഡേർഡിൽ ഒരു പദവിയിലെത്തണമെന്ന് ആഗ്രഹിക്കുന്നത് രക്ഷിതാക്കളുടെ സന്തോഷമല്ലേ?
അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഫഇന്ന സുറൂരി അൻ അറാഹും ഫൈസീന ബിതവാബിഹിം. നോക്കൂ സഹോദരന്മാരെ, പിന്നെ ഇവിടെ നമ്മൾ വലസൗഫ യുഅതീക റബ്ബുക ഫതല്ലാ, നബിയെ തങ്ങളുടെ രക്ഷിതാവ് തങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും. ഫതല്ലാ, അപ്പോൾ തങ്ങൾ അതിൽ തൃപ്തിയടയും. അവര് തമ്മിലുള്ള അല്ലാഹുവും റസൂലും തമ്മിലുള്ള കണക്ക് അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കൊരു വിഷമമുണ്ടാകുന്ന അല്ലാഹുവിന് തീരെ ഇഷ്ടല്ല. നബി സല്ലല്ലാഹു അതാ ഹബീബിന് നിർവചനം തന്നെ പറയുന്നു, രണ്ട് ജാനിബിൽ നിന്നും ഒരുപോലെ സ്നേഹമുണ്ടാകുമ്പോഴേ ഹബീബ് എന്ന് പറയുള്ളൂ. മനസ്സിലായണ്ട? രണ്ട് ജാനിബ്, ഒരാളെ മറ്റൊരാളെ ഹുബ്ബ് വെക്കുമ്പോൾ ആ ഹുബ്ബ് രണ്ട് ജാനിബിൽ നിന്ന് ഒരു വൺവേട്ടാക്കാൻ പാടില്ല. ചിലത് അങ്ങനെ ഉണ്ടാവുമല്ലോ. മുമ്പൊരാള് പിന്നെ നയമരണില്ല മോശം. അപ്പൊ സഹോദരന്മാരെ നോക്കി നിങ്ങള്, അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന് ഒരു വിഷമമുണ്ടാകുന്നത് അള്ളാഹുവിന് തീരസ്ഥല്ല. എന്നാൽ അള്ളാഹുവിന്റെ ദീനിന് വല്ല വിഷമം ഉണ്ടാകുന്ന അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടല്ല. അതുകൊണ്ടാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ, നോക്കൂ നിങ്ങൾ, ത്വായിഫിൽ ചെന്നപ്പോൾ നബിയെ കല്ലെറിഞ്ഞു. അവിടുത്തെ ജനങ്ങൾ കല്ലെറിഞ്ഞു. ഹബീബിന്റെ കാലിൽ നിന്നും രക്തം ധാരധാരയായി ഒലിച്ചു. ബദർ ഉഹദ് യുദ്ധത്തിൽ അവിടത്തെ മുഖം പൊട്ടി ചോര ഒലിച്ചു, തല പൊട്ടി ചോര ഒലിച്ചു. നോക്കൂ, അല്ലാഹു പറയുന്നത് പോലെയുണ്ട്, ഇന്നക ആമൽതനി മുആമലതൻ ഹസന. നബിയേ, അങ്ങ് എനിക്ക് നല്ല പ്രവർത്തനം ചെയ്തു, നല്ല കർമ്മങ്ങൾ ചെയ്തു. ഫഇന്നഹും ഹീന ശജ്ജൂ വജ്ഹക, ആ ഖുറൈശികൾ, മക്ക മുശ്രിക്കുകളായ ആളുകൾ അങ്ങയുടെ മുഖം വികൃതമാക്കിയപ്പോൾ, മുഖത്ത് വ്രണം മുറിവ് ഉണ്ടാക്കിയ സന്ദർഭത്തിൽ ഖുൽതാ, നബിയെ തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ഹ്ദി ഖൗമീ ഫഇന്നഹും ലാ യഅലമൂൻ. അവിടുത്തെ ശരീരത്തിൽ മുറിവേറ്റപ്പോൾ ആ ശരീരത്തിൽ മുറിവേറ്റ ആളുകളെ ഒരിക്കലും തന്നെ ആക്ഷേപിച്ചില്ല, അവർക്ക് ലഅനത്തുകൊണ്ട് പ്രാർത്ഥിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അല്ലാഹുമ്മ ഹ്ദി ഖൗമീ, എന്റെ സമുദായത്തിന് നീ ഹിദായത്ത് നൽകണമേ. ഫഇന്നഹും ലാ യഅലമൂൻ, അവര് വിവരമില്ലാത്തവരാണ് അല്ലാഹ് എന്നാ പറഞ്ഞത്. അത് സ്വശരീരത്തെ ബാധിക്കുന്നതായതുകൊണ്ട്. എന്നാൽ നോക്കൂ, വഹീന ശഗലൂക യൗമൽ ഖന്ദഖി, ഖന്ദഖ് കിടം യുദ്ധത്തിന്റെ നേരത്ത് അവർ തങ്ങളെ ജോലിയാക്കിയ അനിസ്വലാ, നിസ്കാരത്തൊട്ട് യുദ്ധത്തിലേർപ്പെട്ടപ്പോ നിസ്കരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ നിസ്കാരത്തിൽ ഏർപ്പെട്ടപ്പോൾ അങ്ങ് പറഞ്ഞത്, അല്ലാഹുമ്മ നാറാ, അത് എന്റെ ഹക്കാണ്. വേറെ ഹദീസിൽ കാണാം, അവരുടെ ഖബറും അവരുടെ വീടും നീ നരകത്താൽ നിറക്കണേ അല്ലാ എന്ന് പ്രാർത്ഥിച്ചു. ഉണ്ടോ സഹോദരന്മാരെ? എന്നിട്ട് അല്ലാഹു പറയുന്നു, ഫറജ്ജഹത ഹഖീ അലാ ഹഖിക, ഇവിടെ എന്റെ ഹക്കിന് തങ്ങൾ മുൻഗണന നൽകി തങ്ങളുടെ ഹക്കിനേക്കാൾ. അതുകൊണ്ട് തന്നെ നബിയെ, ലാ ജറമ ഫളൽതുക, തങ്ങളുടെ ശരീരത്തിന് വലിയ മഹത്വമുണ്ട്. ഞാൻ പറയട്ടെ, മൻ തറക സ്വലാത സിനീന ഔ ഹബസ ഗൈറുഹു അനിസ്സലാത്തി ഔ ഹബസ ഗൈറുഹു അനിസ്സലാത്തി സിനീന ലാ അക്ഫുറുഹു വമൻ നാദാ ശഅറതൻ മിൻ ശഅറാതിക ഔ ജുസ്അൻ മിൻ നഅലിക അക്ഫുറുഹു. അല്ലോ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ഹക്കിനെ പരിഗണിച്ചതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന് കൊടുത്ത സ്ഥാനം എത്രയാണ്
ഒരാൾ നിസ്കാരം ഉപേക്ഷിച്ചു എന്നതുകൊണ്ട് അവൻ കാഫിറാകൂല. അതാണ് ഈ പറയുന്നത്. മൻ തറക സ്വലാത്ത സിനീന, കൊല്ലങ്ങളോളം നിസ്കരിച്ചു എന്ന്, നിസ്കാരം ഉപേക്ഷിച്ചു എന്ന് സങ്കല്പിക്കുക. ഔ ഹബസ ഗൈറഹു, അല്ലെങ്കിൽ ഒരുത്തൻ മറ്റൊരുത്തനെ ബന്ധസ്ഥനാക്കിയ സ്വലാത്തി സിനീന, കൊല്ലങ്ങളോളം നിസ്കരിക്കാതെ ഒരാളെ ബന്ദ് ചെയ്തു എന്ന് സങ്കല്പിക്കുക. അങ്ങനെയുള്ള ആളുകളെയൊന്നും ലാ അക്ഫുറുഹു, ഞാനവനെ കാഫിറാക്കൂല നബിയേ. അതുകൊണ്ടല്ലേ നമ്മൾ പറയുന്നത് ഒരാൾ നിസ്കാരം ഉപേക്ഷിച്ചു എന്നതുകൊണ്ട് കാഫിറാണെന്ന് പറയാൻ കഴിയില്ല. നിസ്കാരത്തെ നിഷേധിക്കുമ്പോഴേ കാഫിറാണെന്ന് പറയാൻ കഴിയൂ. നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ കാഫിറാണെന്ന് പറയാൻ കഴിയില്ല. എന്നാൽ അല്ലാഹു പറയുന്നു, വമൻ ആദാ ശഅറതൻ മിൻ ശഅറാതിക, നബിയേ അങ്ങയുടെ തിരുകേശത്തിൽ നിന്നുള്ളൊരു കേശം, അങ്ങയുടെ തിരുകേശങ്ങളിൽ നിന്നുള്ള ഒരു കേശത്തെ വല്ലൊരുത്തനും നിസാരപ്പെടുത്തിയാൽ, ബുദ്ധിമുട്ടാക്കിയാൽ, പരിഹസിച്ചാൽ, കളിയാക്കിയാൽ, അങ്ങനെ കളിയാക്കിയാൽ ഔ ജുസ്അൻ മിൻ നഅലിക, അങ്ങയുടെ ചെരുപ്പിൽ നിന്നുള്ള ഒരു അംശത്തെ, അതിന്റെ ഒരു വള്ളിയെ, അതിന്റെ ഒരു കഷ്ണത്തെ ഒരാൾ നിസാരമാക്കിയാൽ, ബുദ്ധിമുട്ടാക്കിയാൽ, അക്ഫുറുഹു, അവനെ ഞാൻ കാഫിറായി ചിത്രീകരിക്കും. മഅദല്ലാഹ്. നോക്കൂ സഹോദരന്മാരെ, ഇപ്പൊ വർത്തമാന യുഗത്തിൽ നല്ല ഒരു പോയിന്റാണിത്. ഇന്നലെ ഞാനൊരു സുഹൃത്ത്, ഒരു ചങ്ങായിമാർ ചാറ്റിൽ, അദ്ദേഹം ഒന്ന് രണ്ട് ചോദ്യങ്ങളോട് ചോദിക്കാണ്ട് വലിയ ധൃതിയിൽ വന്നു. ഷെയർ മുബാറക്ക് നിങ്ങളെ അഭിപ്രായം എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പണ്ഡിതന്മാരെന്താ പറഞ്ഞ ഈ അഭിപ്രായത്തോടാണ് എനിക്ക് ഉറപ്പ് കിട്ടിയിരിക്കുന്നത് അത് വ്യാജമായ മുടിയാണെന്ന്. വ്യാജമായ മുടിയാണ് നിങ്ങൾക്ക് ഉറപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിക്കണ്ട. എനിക്ക് ഉറപ്പില്ല, അതുകൊണ്ട് ഞാൻ സ്വീകരിക്കുന്നു. നിങ്ങൾക്ക് ഉറപ്പ് കിട്ടിയിരിക്കണോ, നിങ്ങൾ സ്വീകരിക്കണ്ട. എനിക്ക് ഉറപ്പ് കിട്ടിയിട്ടില്ല. ഇവരെക്കാളൊക്കെയും പിന്നെ ആദരവും ബഹുമാനവും തഖ്വയും ഒക്കെ ഉള്ള ആളുകളാണ് സമസ്തയോട് വിലമാക്കാൻ. അവർ പറയുന്നു, നമ്മൾ സ്വീകരിക്കുന്നു അല്ലേ. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് ഉറപ്പ് കിട്ടിയാലും, നിങ്ങൾക്ക് ആ ഷഅർ മുബാറക്ക് വ്യാജമാണെന്ന് ഉറപ്പ് കിട്ടിയാലും പരിഹസിക്കാൻ പോകണ്ട. എന്തുകൊണ്ട്? ഈ ഷഅർ മുബാറക്കാണെന്ന് വിശ്വസിക്കുന്നൊരു വിഭാഗം ഇവിടെയില്ലേ? അവരത് ഷഅർ മുബാറക്കാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആദരിക്കുന്നവരല്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പ് കിട്ടിയാലും നിങ്ങളത് ഒരിക്കലും തന്നെ അനാദരിക്കാനും അതിനെ പരിഹസിക്കാനും അതിനാദരിക്കുന്നവരെ മുടിയന്മാരാണെന്ന് പറയാനും നിങ്ങൾ പോകണ്ട. അല്ലാഹു പറഞ്ഞില്ലേ പരിശുദ്ധ ഖുർആനിൽ? എന്താ പറഞ്ഞത്? നിങ്ങൾ മറ്റ് ദൈവങ്ങളെ ചീത്ത പറയുന്ന ആയത്തുണ്ടല്ലേ, അതിന് തുടക്കം എന്താണ്? നിങ്ങൾ മറ്റു ദൈവങ്ങളെ നിങ്ങൾ ചീത്ത പറയാൻ പാടില്ല. എന്നാ തുടക്കം നിങ്ങൾ അടിച്ചാരെങ്കിലും അടിച്ചിട്ട് നടക്കില്ല, എന്റെ ഓർമ്മട്ടുന്നില്ല. കാരണം എന്ത് ചെയ്യും? എന്താ അവിടെ ദൈവങ്ങൾ വ്യാജമാണ് നമുക്കറിയാത്തത് കൊണ്ടാണോ? വലാ തസുബ്ബുല്ലദീന യദ്ഉന, ഇതല്ല. വലാ തസുബ്ബുല്ലദീന യദ്ഉന മിൻ ദൂനില്ലാഹി ഫയസുബ്ബുല്ലാഹ അദുവ്വൻ ബിഗൈരി ഇൽം. നിങ്ങൾ മറ്റുള്ളവരുടെ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ചീത്ത പറയരുത്. ആരാധ്യ വസ്തുക്കൾ വ്യാജമാണെന്ന് നമുക്കറിയാത്തത് കൊണ്ടാണോ? അല്ലാഹുവിനെ അറിയാത്തത് കൊണ്ടാണോ? അത് വെറും കല്ലുകളാണെന്ന് അറിയാത്തത് കൊണ്ടാണോ? അതിനൊന്നും കഴിവില്ല എന്നറിയാത്തത് കൊണ്ടാണോ? അല്ലാഹു പറയുന്നു, ലാ തസുബ്ബുല്ലദീന യദ്ഉന മിൻ ദൂനില്ലാഹി ഫയസുബ്ബുല്ലാഹ അദുവ്വൻ ബിഗൈരി ഇൽം. നിങ്ങൾക്കത് വ്യാജമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും നിങ്ങൾ അതിനെ കളിയാക്കാൻ പോകണ്ട, ചീത്ത പറയാൻ പോകണ്ട എന്നല്ല പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഷഅർ മുബാറക്കല്ല എന്ന് ഉറപ്പുള്ള വ്യക്തികൾ പോലും, ഒരു വലിയ സമൂഹം അത് ഷഅർ മുബാറക്കാണെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് അവരെ പരിഹസിക്കാൻ പോകണ്ട,
അവരെ നിസാരമാക്കാൻ പോകണ്ട. അഥവാ അത് ശഅർ മുബാറക്കാണെങ്കിൽ സുബ്ഹാന ജല്ല ജലാലുഹു, അവൻ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോവാൻ കാരണമായി തീരും. അതാണ് അള്ളാഹു പറയുന്നത്, വമൻ ആദാ ശഅറതൻ മിൻ ശഅറാതിക, നബിയെ അങ്ങയുടെ കേശങ്ങളിൽ നിന്നുള്ള ഒരു കേശത്തെ വല്ലൊരുത്തനും നിസാരമാക്കിയാൽ, ബുദ്ധിമുട്ടാക്കിയാൽ, ഔ ജുസ്അൻ മിൻ നഅലിക, അങ്ങയുടെ ചെരുപ്പിൽ നിന്നൊരു അംശത്തെ വല്ലൊരുത്തനും ബുദ്ധിമുട്ടാക്കിയാൽ, അക്ഫുറൂ, അവനെ ഞാൻ കാഫിറാക്കി മാറ്റും. അതിങ്ങനെ പിന്നീട് ഇങ്ങനെ പറഞ്ഞ് അങ്ങനെയുള്ള വിരോധം വന്നു കഴിഞ്ഞാൽ പിന്നെ പരിഹാസമായില്ലേ. പരിഹസിച്ച് അങ്ങനെ അവൻ അറിയാതെ കാഫിറായി പോയിട്ടുണ്ടാകും. മഅദല്ലാഹ്, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതാണ് അള്ളാഹുവും റസൂലും തമ്മിലുള്ള ബന്ധം. അള്ളാഹുവിന്റെ റസൂല് അള്ളാഹുവിന്റെ ഹക്കിന് മുൻഗണന നൽകിയപ്പോൾ അള്ളാഹു അവിടത്തെ മുഴുവൻ അവിടത്തെയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിനും പവർ നൽകി. അല്ല, അവിടുന്ന് കിടക്കുന്ന റൗളക്ക് പവർ നൽകി, ആ റൗളയുടെ മുകളിൽ നിർമ്മിച്ച കുബ്ബക്ക് പവർ നൽകി, ആ കബറിന്റെ മേൽ വിരിച്ച വിരിപ്പിന് പവർ നൽകി, ആ കബറിന്റെ അടുത്ത് പൊടിപടലങ്ങൾ കിടക്കുമ്പോൾ അതിന് പവർ നൽകി. അങ്ങനെ തുടങ്ങിയിട്ട് എന്തൊക്കെ സംഗതികളുണ്ട്, അതിനൊക്കെയും പവർ നൽകി അല്ലാഹു. അവിടത്തെ ചെരുപ്പിന് പവർ നൽകി, ആ ചെരുപ്പിന്റെ ചിത്രത്തിന് പവർ നൽകി. ചിത്രം പോലും ബഹുമാനിച്ചാൽ, ഹബീബിന്റെ ചെരുപ്പിന്റെ അടയാളമാകുന്ന ചിത്രം പോലും ആദരവോടെ കണ്ടാൽ വലിയ മഹത്വമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് മഹാന്മാരായ പൂർവികരായ ആളുകളൊക്കെയും ഹബീബിന്റെ ചെരുപ്പടിക്കാലിന് താഴെയാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി അവരുടെ തൊപ്പിയുടെ താഴ്ഭാഗത്ത് ഹബീബിന്റെ ചെരുപ്പിന്റെ ചിഹ്നം രേഖപ്പെടുത്തിയിരുന്നു. നമ്മുടെ താജുൽ ഉലമയുടെയും ഖമറുൽ ഉലമയുടെയും തൊപ്പി പരിശോധിച്ചു നോക്കിയാലും കാണാൻ കഴിയുന്നത് ഹബീബിന്റെ ചെരുപ്പിന്റെ അടയാളം ആ തൊപ്പിയിൽ ഉല്ലേഖനം ചെയ്തിട്ടുണ്ട്, കൊത്തിവെച്ചിട്ടുണ്ട്. ആ ചെരുപ്പിന്റെ താഴെയാണ് ഞാൻ എന്ന് അറിയിക്കാനും താഴ്മ കാണിക്കാനും വേണ്ടിയാണ്. അതെന്തുകൊണ്ട് കിട്ടിയ ചെരുപ്പിന്റെ ചിത്രത്തിന് പോലും ആ പവർ കിട്ടിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ ഹഖിന് മുൻഗണന നൽകി. അതാ കാരണം. നോക്കൂ സഹോദരന്മാരെ, പിന്നെ ഈ ആയത്തിറങ്ങാൻ കാരണം ഒരു സൗഫ യുഅ്തീക റബ്ബുക ഫതർദാ എന്നുള്ള ആയത്തിറങ്ങാൻ കാരണം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബീവിയുടെ അരികിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ കടന്നു ചെന്നപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ഒരു മോശമായ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, താഴ്ന്ന വസ്ത്രം. അതോടുകൂടെ തന്നെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തന്റെ കൈകൊണ്ട് മാവ് അരച്ചായിരുന്നു ഭക്ഷണം ഉണ്ടാക്കിയിരുന്നത്. അതേ പ്രകാരം തന്നെ ആ അധ്വാനിക്കുന്നതോടുകൂടെ തന്നെ കുട്ടിക്ക് മുല കൊടുക്കുന്നുമുണ്ട്. നമ്മളൊക്കെ നാട്ടിലെന്താണ്, പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരൊരു 90 ദിവസം അങ്ങനെ കിടക്കും, അട്ടിപ്പറായിട്ട്. അട്ടിപ്പറന്നതിന് പറയാം അല്ലേ. ഒരു 90 ദിവസം അങ്ങനെ കിടക്കും, വെറും തീറ്റി മാത്രം. ഇവിടെ ഫാത്തിമ ബി റളിയല്ലാഹു അൻഹയുടെ അവസ്ഥ നോക്കൂ നിങ്ങൾ. സഹായിക്കാൻ ആളില്ലാത്തത് കൊണ്ടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്ന് കടന്നു ചെന്നപ്പോൾ ഫാത്തിമ ബിയുടെ കൈയൊക്കെ അങ്ങനെ എന്തായിരിക്കുന്നു, അധ്വാനിച്ചിട്ട് വല്ലാണ്ടായിരിക്കുന്നു. അത് കണ്ടപ്പോൾ ഹബീബിന്റെ കണ്ണ് നിറഞ്ഞുപോയി.
ഫാത്തിമ ബീവിയുടെ ഈ അവസ്ഥ കണ്ടപ്പോ ഹബീബിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് ധാരധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ഓ യാ ബിന്താ, ഓ മകളെ, തഅജ്ജലി മുറാറത്തുദ് ദുനിയാ ഹലാവത്തുൽ ആഖിറ. മകളെ, ഈ ദുനിയാവിലെ കയ്പ്, വിഷമങ്ങൾ, പ്രയാസങ്ങളൊക്കെയും നീ ആഖിറത്തിന് വേണ്ടി, ആഖിറത്തിന്റെ മാധുര്യത്തിന് വേണ്ടി നീ മാറ്റിവെച്ചോ, നീ ഒരു കൂട്ടിക്കോ ഫാത്തിമ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരയുകയാണ്. അപ്പോഴാണ് വരുന്നത് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു. ഫൻസലല്ലാഹ് വലസൗഫ യുഅതീക റബ്ബുക ഫതർദാ. എല്ലാം ആഖിറത്തിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന് അറിയിക്കാനാണ്. അതുകൊണ്ടാണല്ലോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ സ്വർഗത്തിലെ വനിതകളുടെ നേതാവാണ്. അപ്പൊ വനിതാ നേതാവായിട്ട് എന്ത് ചെയ്യും? ഫാത്തിമ ബീവി സ്വർഗത്തിൽ വിരാജിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് ചെയ്യും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അശ്ഫഉ ലി ഉമ്മത്തി ഹത്താ യുനാദിയനി. ഞാനിങ്ങനെ തന്നെ പടി. അപ്പണ്ടാവും അള്ളാഹുവിന്റെ ഭാഗത്ത് ഒരു വിളിയാളം, റളീത യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. മതിയോ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ശുപാർശ ചെയ്യുന്നതാണ്. അപ്പൊ ചോദിക്കും, മതിയോ നബിയേ എന്ന് ചോദിക്കുമ്പോൾ എല്ലാ ഉമ്മത്തുകളും രക്ഷപ്പെട്ടാൽ ഞാൻ പറയും, ഫഖൂലു റബ്ബ്, യാ റബ്ബ്, ഓ രക്ഷിതാവേ, ഖദ് റളീതു ഖദ് റളീതു ഖദ് റളീതു ഫലസൗഫ യുഅതീക റബ്ബുക ഫതർദാ. സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്യാണ്? അവിടുന്ന് തൃപ്തിപ്പെടുകയാണ്. ഇവിടെ ഈയൊരു സംഭവമുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൃപ്തിയുടെ ഭാഗമാണ് അവിടത്തെ ആബാ നരകത്തിൽ കടക്കാതിരിക്കുക എന്നുള്ളത്. വലസൗഫ യുഅതീക റബ്ബുക ഫതർദാ. എന്താ പറഞ്ഞത്? വലസൗഫ യുഅതീക റബ്ബുക ഫതർദാ. നബിയെ, തങ്ങൾ തൃപ്തിപ്പെടുന്നത് വരെ തങ്ങൾക്ക് നാം നൽകും എന്ന് പറഞ്ഞതിന്റെ ഭാഗമാണ് ഹബീബിന്റെ ആബാ, ബാപ്പയും ഉമ്മയും നരകത്തിൽ കടക്കാതിരിക്കുക എന്നുള്ളത്. കണ്ടോ, മഹാന്മാര് പറയുന്നു, നോക്കൂ നിങ്ങൾ, വമിമ്മാ യുർദീഹി ഫീഹി ബഅദ ഇഖ്റാജി കുല്ലി മുഅ്മിനിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ മുഴുവനും അവിടുന്ന് ശഫാഅത്ത് ചെയ്തിട്ട് സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കടത്തിയതിന് ശേഷം അല്ലാഹുവിന്റെ റസൂലിന്റെ തൃപ്തിയിൽപ്പെട്ടതാണ് എന്ത് അല്ലാ യസൂഅഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിഷമിക്കാതിരിക്കുക എന്നുള്ളത്. ഫീ ഉമ്മിഹി വഅബീഹി, അവിടുത്തെ ഉമ്മായുടെയും ഉപ്പായുടെയും വിഷയത്തിൽ വിഷമിക്കാതിരിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൃപ്തിയിൽപ്പെട്ടതാണ്. സ്വന്തം മാതാപിതാക്കൾ നരകത്തിൽ കടക്കാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുവോ? സുഹൃത്തുക്കളെ, ഇഷ്ടപ്പെടുവോ? എന്നിട്ട് പറയുന്നു, വഇൻ മനഅൽ ഇസ്തിഗ്ഫാറ ലഹുമാ, അല്ലാഹു അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തടഞ്ഞെങ്കിലും അള്ളാഹുവിന് ഇഷ്ടമല്ല അവിടുത്തെ മാതാപിതാക്കൾ നരകത്തിൽ കടക്കുക എന്നുള്ളത്. വഅദിന ലഹു ഫീ സിയാറത്തി ഖബ്രിഹിമാ, ഇമാം മുസ്ലിം റിപ്പോർട്ട് ഹദീസിൽ കാണാൻ കഴിയും. ഇസ്തിഗ്ഫാറിന് തേടിയപ്പോൾ അല്ലാഹു പറഞ്ഞു, വേണ്ട, ഇസ്തിഗ്ഫാർ ചെയ്യണ്ട. എന്തുകൊണ്ടാണ് ഇസ്തിഗ്ഫാർ ചെയ്യണ്ടെന്ന് പറഞ്ഞത്? നബിയെ, ഒരു ഫത്രത്തിന്റെ കാലത്തുള്ള ആളുകളാണ്, അതുകൊണ്ട് അവർക്ക് ഇസ്തിഗ്ഫാറിന്റെ ആവശ്യമില്ല. പറഞ്ഞ പോയിന്റ് മനസ്സിലാവുന്നു നിങ്ങൾക്ക്? അവർ ഈ ഫത്രത്തിന്റെ കാലത്തുള്ളവരാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് ഇസ്തിഗ്ഫാറിന്റെ ആവശ്യമില്ല. നബിയെ, തങ്ങൾ സിയാറത്ത് ചെയ്തോളൂ,
വഅദിന ലഹു ഫീ സിയാറത്തി ഖബ്രിഹിമാ, ആ ഖബർ സിയാറത്ത് ചെയ്തോളൂ, അതിന് സമ്മതം തരാം. ഫീ വഖ്തിൻ വദൂന വഖ്തിൻ, പല സമയത്തും നിങ്ങൾ സിയാറത്ത് ചെയ്തോളൂ. ലിഅന്നഹുമാ, ഇത് ഞാൻ വെറുതെ പറയുകയല്ല, ലിഅന്നഹുമാ മിൻ അഹ്ലിൽ ഫത്റ, അവര് ഫത്റത്തിന്റെ ആളുകളാണ്, അതുകൊണ്ട് അവർക്ക് എന്തില്ല, ശിക്ഷയില്ല. ശിക്ഷയില്ലാത്തത് കൊണ്ട് തന്നെ ഇസ്തിഗ്ഫാറിന്റെയും ആവശ്യമില്ല. തങ്ങൾ സിയാറത്ത് ചെയ്തോളൂ എല്ലാ സമയത്തും. കണ്ടോ സഹോദരന്മാരെ, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആബായിനെ ഒരിക്കലും തന്നെ കാഫിറാണെന്നോ അതേ പ്രകാരം ഒരു നരകത്തിലാണെന്നോ പറഞ്ഞു പോവണ്ട. അല്ലാഹു കാക്കട്ടെ. നോക്കൂ, എന്നിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ഇപ്പറഞ്ഞത് നിങ്ങൾക്ക് മതിയാകുന്നില്ലേ? എന്താ അല്ലാഹു പറഞ്ഞത്? വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബ്അസ റസൂലാ. മുഅദ്ദിബീന ഉസ്താദുമാരെ നോക്കണല്ലോ ഇപ്പൊ. ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫത്റത്തിന്റെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയായി വരുന്നതിന്റെ മുമ്പ് ജീവിച്ച് മരണപ്പെട്ടു പോയ ആളുകളെ ഒരിക്കലും തന്നെ അല്ലാഹു ശിക്ഷിക്കൂല എന്ന് ഖുർആനിൽ പറഞ്ഞതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആബാ ഒരിക്കലും തന്നെ നരകത്തിൽ കടക്കൂല. വമൻ ലം യഖ്നഉഹു, ഇങ്ങനൊക്കെ പറഞ്ഞിട്ടും ഒരാൾക്ക് മതിയാകുന്നില്ലെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആബാ അവര് ഫത്റത്തിന്റെ കാലത്ത് ജീവിച്ചവരാണെന്നും അവർക്ക് ശിക്ഷയില്ലെന്നും ഖുർആന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞിട്ടും നിങ്ങൾക്ക് മതിയാകുന്നില്ലേ? ഫലം യഖ്നഉഹു ഹാദാ, ഇതൊരാൾക്ക് മതിയാകുന്നില്ലെങ്കിൽ ഫഹല്ലുൽ മുഅ്മിനി മിൻഹുമാ അൽ വഖഫു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആബായിന്റെ വിഷയത്തിൽ മൗനം ദീക്ഷിക്കലാണ് നല്ലത്. വായണ്ട് തുടങ്ങിയ നരകത്തിലാണ് എന്ന് പറയുന്നില്ല. ഇങ്ങനൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾക്ക് മതിയാകുന്നില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആബായിന്റെ വിഷയത്തിൽ ഫഹല്ലുൽ മുഅ്മിനി മിൻഹുമാ അൽ വഖഫു ഫീഹിമാ. നോക്കൂ സഹോദരന്മാരെ, അതാണ് അല്ലാ യഹ്കുമ അലൈഹാ ബിന്നാർ, നരകം കൊണ്ട് അവരെ വിധിക്കാതിരിക്കലുമാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യേണ്ടത്. നോക്കൂ, എത്ര സംഭവങ്ങളും ചില പണ്ഡിതന്മാര് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു പോയിട്ടുണ്ട്. അവർ പിന്നീട് ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ അതിൽ ഉറച്ചിരുന്നതിന്റെ പേരിൽ അവർക്ക് ശിക്ഷ അനുഭവപ്പെട്ടതായി കാണാൻ കഴിയും. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അവിടുത്തെ അദ്ദറജുൽ മുനീഫ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രന്ഥമുണ്ട്. അതിൽ പറയുന്നുണ്ട്, ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ذهب جمع كثير من الأئمة الأعلام, പണ്ഡിത മഹത്തുക്കൾ അവരിൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അവരുടെ അഭിപ്രായം ഇലാ അന്നഹുമാ നാജിയാനി വമഹ്കൂമുൻ ലഹുമാ ബിന്നജാതി ഫിൽ ആഖിറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആബാവ് അവർ രണ്ടുപേരും രക്ഷപ്പെട്ടവരാണെങ്കിലും ആണെന്നും ആഖിറത്തിൽ അവര് വിജയമുള്ളവരാണെന്നുമാണ് പറയേണ്ടത്. അതേ പ്രകാരം തന്നെ മഹാനായ ഇമാം അബൂബക്കർ ബിൻ അറബിയിൽ മാലിക്കി റഹിമഹുല്ല പറയുന്നത് കാണാൻ കഴിയും, എനിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്റെ അടുക്കൽ ഏറ്റവും മോശക്കാരനായി ഞാൻ കാണുന്നത് ആരെയാണ്? ഒരുത്തനെയാണ്. അവൻ റസൂലുള്ളാഹിനെ ബുദ്ധിമുട്ടാക്കുന്നു. എങ്ങനെ ബുദ്ധിമുട്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ട്, മിമ്മൻ യഖൂലു അന്നബവൈഹി ഫിന്നാർ, മിമ്മൻ യഖൂലു അന്നബവൈഹി ഫിന്നാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കൾ നരകത്തിലാണെന്ന് പറയുന്നതിനേക്കാൾ
ദേഷ്യം പറയുന്നവനേക്കാൾ എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള ഒരാളുമില്ല. മുഅദ്ദിബീന. നോക്കൂ സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട നമ്മുടെ ഒരു മിർഖാത്തിന്റെ ഒക്കെ മുസന്നിഫുണ്ടല്ലോ. ആരാ മിർഖാത്തിന്റെ മുസന്നിഫ്? മുല്ലാ അലിയുൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. ആ മുല്ലാ അലിയുൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഈ അഭിപ്രായമുണ്ടായിരുന്നു. ചില ആളുകളൊക്കെ അഭിപ്രായത്തിൽ നിന്ന് പിൻവാങ്ങി ആ അഭിപ്രായത്തെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് പിന്നെ മുല്ലാ അലിയുൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ഗ്രന്ഥം തന്നെ രചിച്ചു. മനസ്സിലായ? അങ്ങനെ രചിച്ചപ്പോൾ എന്ത് ചെയ്തെന്നറിയുമോ? നിങ്ങൾ നോക്കൂ. ലമ്മാ തവഫ ശൈഖ് അലിയുൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ട മുല്ലാ അലിയുൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മരണപ്പെട്ടു പോയപ്പോൾ വജദഹുൽ ഗസ്സാലു മഖ്തൂഅൽ ലിസാനി, മരണപ്പെട്ട് കുളിപ്പിക്കുന്ന നേരത്ത് പല്ല് തേക്കുമ്പോൾ മുല്ലാ അലിയുൽ ഖാരിയുടെ വായയിൽ നാവില്ല, നാവ് ഛേദിക്കപ്പെട്ടിരിക്കുന്നു, നാവ് മുറിക്കപ്പെട്ടിരിക്കുന്നു. ഷാറ് മുബാറക്കിനൊക്കെ ആക്ഷേപിക്കുന്നവരും പരിഹസിക്കുന്നവരും ചിന്തിക്കേണ്ടതാണിത്. അവിടുത്തെ ആബായിനെ നിസ്സാരമാക്കിയതിന്റെ പേരിലാണ്. അത് ചിലപ്പോൾ എത്ര വലിയ പണ്ഡിതന്മാരാണെങ്കിലും ശരി, നിസ്സാരമാക്കുന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പറഞ്ഞതാണെങ്കിൽ അല്ലാഹുവിന്റെ ശിക്ഷയുണ്ടാകും. മുല്ലാ അലിയുൽ ഖാരി വലിയ പണ്ഡിതനാണ്, ഹനഫി മദ്ഹബിലെ പ്രഗൽഭനായ പണ്ഡിതനാണ്, മിസ്കാത്തിന് ശറഹ് എഴുതിയ പണ്ഡിതനാണ് മുല്ലാ അലിയുൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. ആ മുല്ലാ അലിയുൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റസൂലുള്ളാഹിയുടെ മാതാപിതാക്കളെ സംബന്ധിച്ച് അവർ നരകത്തിലാണെന്ന് പറഞ്ഞത് കാരണം ബഹുമാനപ്പെട്ടവർ മരണപ്പെട്ടപ്പോൾ വജദഹുൽ ഗസ്സാലു മഖ്തൂഅൽ ലിസാൻ, നാവ് ഛേദിക്കപ്പെട്ടതായി കാണുന്നു. ഫഹ്തമ്മൽ ഗസ്സാലു ലിദാലിക, ഈ മയ്യിത്ത് കുളിപ്പിച്ച വ്യക്തിക്ക് വല്ലാത്ത സങ്കടമായി. ഹൈസു യകൂനു മിസ്ല ഹാദൽ ആലിമിൻ നിരീൽ മുതഫന്നിൻ, ഈ വലിയ പണ്ഡിതൻ, വലിയ പല വിഷയങ്ങളും പാണ്ഡിത്യമുള്ള ഈ പണ്ഡിതന്റെ അവസ്ഥ കണ്ടപ്പോൾ ഈ മയ്യിത്ത് കുളിപ്പിച്ച ആൾക്ക് വല്ലാത്ത വിഷമം തോന്നി. ആ പറയുന്നത് ഹൈസു യകൂനു മിസ്ല ഹാദൽ ആലിമിൻ നിരീൽ മുതഫന്നിനി ഹാലുഹു കദാ. ഇയാളെ അവസ്ഥ താണെന്ന് കണ്ടപ്പോ വല്ലാത്ത ചിന്ത വന്നുപോയി, ചിന്താകുലനായി. ആ ചിന്ത ഇങ്ങനെ പിടികൂടി. അങ്ങനെ അദ്ദേഹം ഉറങ്ങുന്ന സന്ദർഭത്തില് മുല്ലാ അലിയുൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയെ മറവ് ചെയ്തതിന് ശേഷം അവിടത്തെ ഉറക്കിൽ, ഈ കുളിപ്പിച്ച അവിടെ ഉറക്കിൽ മുല്ലാ അലിയുൽ ഖാരിയെ കാണുകയാണ്. യഖൂലു ലഹു, അദ്ദേഹത്തോട് മുല്ലാ അലിയുൽ ഖാരി പറയുന്നു, ലാ തഹ്തം, നീ ഒരിക്കലും വിഷമിക്കണ്ട മോനെ. ഫഇന്നി ഇന്നമാ ജൂസിതു അലാ ലിസാനത്തില്ലത്തി അല്ലഫ്തുഹാ ഫീ തഹ്ഖീഖി ഗുഫ്രി വാലിദൈ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മോനെ നീ വിഷമിക്കണ്ട, ഇതെനിക്കുള്ള ശിക്ഷയാണ്. അതാ മഹാന്മാരായ ആളുകളാവുമ്പോ അവരെന്തെങ്കിലും വന്നുപോയാൽ അതിനുള്ള ശിക്ഷ ഇവിടുന്ന് തന്നെ കിട്ടും. മനസ്സിലായ? നോക്കൂ സഹോദരന്മാരെ, മുല്ലാ അലിയുൽ ഖാരി പറയുന്നു, ഫഇന്നി ഇന്നമാ ജൂസിതു അലാ റിസാലതി അല്ലതി അല്ലഫ്തുഹാ ഫീ തഹ്ഖീഖി കുഫ്രി വാലിദൈ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കൾ കാഫിറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു റിസാല, ഞാനൊരു ഗ്രന്ഥം എഴുതിയപ്പോൾ ആ ഗ്രന്ഥം എഴുതിയതിനുള്ള ശിക്ഷയാണ് ബിഖത്ഇൽ ലിസാൻ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കുള്ള മഹത്വം എന്ന് നാം മനസ്സിലാക്കണം. പിന്നെ അവിടുത്തെ ഷാറാത്താണെന്ന് കേട്ടാ പിന്നെ നമ്മൾ എന്തിനാ വെറുതെ അതിനെ നിസ്സാരാക്കാൻ പോകുന്നു? ഈ ഷെയറല്ലേ, അല്ലെങ്കിൽ കൊടുന്നൂരും അവരും ആവട്ടെ, ആണെങ്കിലോ പറഞ്ഞ് നമ്മുടെ അവസ്ഥ എന്താണ്?
നഊദു ബില്ലാഹ്. കവലകളിലും മറ്റും പരിഹസിച്ചുകൊണ്ട് അതിന് ക്ലിപ്പുണ്ടാക്കി അതിന് തേടി നടന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷാറാണെന്ന് കേട്ട ഒരു വിഷയത്തിന്റെ തെളിവ് അന്വേഷിച്ച് നടക്കുന്നത് പോലും മതബ് കേടാണ്. എന്തിനാ തെളിവ് അന്വേഷിക്കുന്നത്? ഒരു വിശ്വാസമില്ലാണ്ടല്ലേ? പിന്നെ അത് മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി തെളിവ് അന്വേഷിച്ചു പോകുന്നതിന്റെ അവസ്ഥ എന്താണ്? അത് സമൂഹത്തിൽ ഫിത്ന പരത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രവർത്തനത്തിന് വേണ്ടി പോകുന്നവന്റെ അവസ്ഥ എന്താണ്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ സുഹൃത്തുക്കളെ? അതുകൊണ്ട് ഏതെങ്കിലും ഈമാനുള്ള വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾ മിണ്ടാതിരുന്നോളൂ, ഒന്നിലും ഇടപെടണ്ട. മൻ യുഅ്മിൻ ബില്ലാഹി വൽ യൗമിൽ ആഖിരി, അങ്ങനെ തന്നെ തോന്നുന്നത്. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന വ്യക്തി ഫൽയഖുൽ ഖൈറാ, അവൻ ഖൈർ പറഞ്ഞു കൊള്ളട്ടെ, ഔ ലയസ്മുത്, അല്ലെങ്കിൽ മിണ്ടാതിരുന്നു കൊള്ളട്ടെ. ഏതെങ്കിലും ആളുകൾ അസൂയയുടെയോ വിരോധത്തിന്റെയോ പേരിൽ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പാവപ്പെട്ട സാധുക്കളായ നമ്മൾ അതിലൊന്നും ഇടപെടണ്ട, അതിനെ ചർച്ച കേൾക്കാൻ പോകണ്ട, അതിന് മറുപടി പറയാൻ പോകണ്ട, അതിന് ചോദിക്കാൻ പോകണ്ട. നമ്മൾ മിണ്ടാതിരിക്കലാണ് നമുക്ക് ഖൈറ്. പറയുന്ന വ്യക്തി പറഞ്ഞ് എവിടെയെല്ലാം എത്തും. സുബ്ഹാനല്ലാഹ്. പരിഹസിക്കുന്നതിന് വല്ല ഹദ്ദുമുണ്ടോ? ആഖിബത്ത് കണ്ടറിയേണ്ടതില്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഅറാണെന്ന് കേട്ട ഒരു സംഗതിക്ക് തെളിവ് തേടി പോകുന്നത് പോലും അദബ് കേടാണ്. അത് ഈ തേടിപ്പോയ ആളുകളോട് നമ്മുടെ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ ആ ക്ലിപ്പ് പുറത്തേക്ക് വിടുന്നില്ല. അത് നമ്മുടെ ഇതിന് പ്രവർത്തനത്തിന് വിരുദ്ധമാകുമെന്ന് മനസ്സിലാക്കിയിട്ട്. മനസ്സിലായ? പൊന്മുളുസ്താദാണെങ്കിലും പൊന്മുളുസ്താദാണെങ്കിലും പേരോട് ഉസ്താദാണെങ്കിലും രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട് അദബ് കേടാണ്, സൂക്ഷിക്കണം. പക്ഷേ അതവിടെ വെട്ടിമാറ്റി. പിന്നെ അതിലെ ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്തിട്ട് വിവാദമുണ്ടാക്കി. അപ്പോൾ ലക്ഷ്യം എന്താണ് ലക്ഷ്യം? ഫിത്ന ഉണ്ടാക്കലല്ല, വേറെന്താ ലക്ഷ്യം? അതുകൊണ്ട് സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട നബിയുടെ ആബായിനെ സംബന്ധിച്ച് പറഞ്ഞതിനാണ്. ഇവിടെ ഹദീസിലൊക്കെ കാണാം. എന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആബായിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന് അത് ഇഷ്ടപ്പെട്ടില്ല. അതിനുള്ള ശിക്ഷ ഇവിടെ തന്നെ കൊടുത്തു. ആർക്കാ കിട്ടിയത്? മുല്ല അലിയുൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹിക്ക്. കണ്ട നിങ്ങൾ ഈ വിഷയം ബഹുമാനപ്പെട്ട അശ്ശൈഖുൽ ആബിദ് സിന്ദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഫീ തവാലിഉൽ അൻവാർ ശറഹി അദ്ദുറുൽ മുഖ്താർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. മനസ്സിലായ സഹോദരന്മാരെ? അപ്പൊ അതുകൊണ്ട് എന്ത് വേണ്ട, നിർത്താനായ എന്ത് വേണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നാം ഒരിക്കലും തന്നെ എന്ത് ചെയ്യരുത്? നിസാരമാക്കാനോ അതിനെ കളിയാക്കാനോ അതിനെ പരിഹസിക്കാനോ ഏതെങ്കിലും ആളുകൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിന് തെളിവ് തേടിപ്പോവാനോ ഒന്നും നാം നിൽക്കണ്ട. നമുക്ക് വിശ്വാസമില്ലേ? മൗനം ദീക്ഷിക്കുക. മനസ്സിലായ സഹോദരന്മാരെ? നോക്കൂ നിങ്ങള്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആബായിനെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് ബഹുമാനപ്പെട്ട ഇസ്മാഇൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല എന്ന് പറയുന്ന ആയത്തും മതിയാവില്ല ഒരാൾക്ക്. വമല്ലം യഖ്നഉ ഹാദാ, ഈ തെളിവുകളൊന്നും ഒരാൾക്ക് മതിയാകുന്നില്ലെങ്കിൽ ഫഹല്ലുൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യന് നല്ലത് മിൻഹുമാ അൽ വഖഫു ഫീഹിമാ, റസൂലുള്ളാഹിന്റെ ആബായിന്റെ വിഷയത്തിൽ മിണ്ടാതിരിക്കലാണ് അവർക്ക് ഏറ്റവും നല്ലത്. വഅല്ലാ യുഹ്കമ അലൈഹാ ബിന്നാർ, അവരുടെ മേൽ നരകം കൊണ്ട് വിധിക്കപ്പെടാതിരിക്കലുമാണ് നല്ലത്. അല്ലെങ്കിൽ വഅല്ലാ യഹ്കുമ അലൈഹാ ബിന്നാർ. കണ്ടാ? അപ്പൊ സ്റ്റേജ് ഇങ്ങനെ കെട്ടിട്ട് അവർ നരകത്തിലാണ്. ചില ആൾക്ക് ബാലുശ്ശേരിയൊക്കെ പറഞ്ഞിട്ടില്ലേ? എന്താണ് ആ പറച്ചിന്റെ ഉഷാറ്?
നോക്കൂ സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഹല്ലാജ കൊല്ലുന്ന നന്ദി ഞാനുണ്ടെങ്കിൽ അവരെ വയ്ക്കെന്താ അവരെ കൈ ഓർമ്മ. ഈ ഹല്ലാജ എന്ന് പറഞ്ഞാൽ വലിയ ഒരു മജ്ദൂബായിരുന്നു. ഈ ഹല്ലാജ കൊല്ലാൻ തന്നെ കാരണം അതിന്റെ പിന്നിൽ ഇതേപോലത്തെ ഒരു സംഭവമാണ്. ഉമ്മൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടാ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മായ ഒരാളെന്ന് മോശമായി ചിത്രീകരിച്ചാൽ എന്താണ് നോക്കട്ടെ, ഇനിയിപ്പോ ആലോചിച്ചിട്ട് ചിന്തിച്ചു പറയേണ്ടി വരും. അപ്പോ ഹല്ലാജി എന്ന് പറയുന്ന വ്യക്തി മുഹ്യിദ്ദീൻ ശൈഖ് പറഞ്ഞില്ലേ, ഹല്ലാജെ കൊല്ലുന്ന അന്ന് ഞാൻ ഉണ്ടെങ്കിൽ അവരെ കൈ പിടിക്കാൻ ഞാൻ ഓർമ്മ. ആർക്കും അറിയില്ലേ മാല, ഞാൻ ഈ മാലൊന്നും ചെല്ലാത്തോണ്ട് ഓർമ്മ. ഈ ഹല്ലാജ ഒരിക്കലും എന്ത് ചെയ്തെന്നറിയോ, ഒരു സംശയം ഹൃദയത്തിൽ വന്നതാണ്. നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട ശൈഖുൽ അക്ബർ റഹിമഹുല്ല പറഞ്ഞതായി കാണാൻ കഴിയും. മഖംതു ബിൽ മദീന ഖുർത്തുബ പട്ടണത്തിൽ ഞാനിങ്ങനെ ബിമഷ്ഹദിൻ ഒരു ഖുർത്തുബ പട്ടണത്തിലെ ഒരു ഖബർസ്ഥാനിൽ ഞാനിങ്ങനെ നിൽക്കുകയാണ്. ഫഅറാനില്ലാഹു അയ്യാന റുസുലിഹി മിൻ ലദുൻ ആദമ ഇലാ നബിയിനാ അലൈഹിസ്സലാത്തു വസ്സലാം. ഖുർത്തുബ പട്ടണത്തിലെ ഒരു ഖബർസ്ഥാനിൽ ഞാനിങ്ങനെ നിൽക്കുമ്പോ എനിക്കിങ്ങനെ അല്ലാഹ് കാണിച്ചു തന്നു. ആരെ? അമ്പിയാക്കളൊക്കെയും എനിക്ക് കാണിച്ചു തന്നു. മില്ലദുൻ ആദമ ഇലാ നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇത് കശ്ഫിന്റെ ഭാഗാട്ടാ, കശ്ഫിന്റെ ഭാഗമായിട്ട് കൊടുക്കണതാണ്. അങ്ങനെ എന്ത് ചെയ്തു? ഇങ്ങനെ കാണിച്ചു തന്നപ്പോൾ എവിടെ ഫഖാതബനി മിൻഹും ഹൂദ് അലൈഹിസ്സലാം, അക്കൂട്ടത്തിൽ ഹൂദ് നബി അലൈഹിസ്സലാം എന്നോട് സംസാരിച്ചു. വഅഖ്ബറനി ബിസബബി ജംഇയ്യതിഹിം, ഇവരെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയതിന്റെ കാരണം, ഇവരെല്ലാവരും ഇവരിവിടെ ഒരുമിച്ച് കൂടിയതിന്റെ കാരണം എന്നോട് വിവരിച്ചു തന്നു. ആ ഹൂദ് നബി അലൈഹിസ്സലാം അന്നഹും ഇജ്തമഉ ശുഫാഅ ലിൽ ഹജ്ജാജ് ലിൽ ഹല്ലാജ്, ഹല്ലാജിന് ശുപാർശ ചെയ്യാൻ വേണ്ടിയാണ് ഇവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എന്താ ഹല്ലാജ് ചെയ്ത് തെറ്റ്? വലിയ തെറ്റൊന്നല്ല. വലസൗഫ യുഅതീക റബ്ബുക ഫതർളാ എന്ന ആയത്തിന്റെ വിഷയത്തിൽ ഇങ്ങനെ ചിന്തിച്ചിട്ട് ഹല്ലാജ് ഇങ്ങനെ ചിന്തിച്ചുപോയി. എന്താണ്? വദാലിക അന്നഹു കാന ഖദ് അസാ അൽ അദബ്, ചെറിയൊരു അദബ് കേട് വന്നുപോയി. എന്താ അത്? അതാ നമ്മൾ പറയേണ്ട ഈ വർത്തമാന യുഗത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണത്. അതെന്താണ്? ബി അൻ ഖാല ഫീ ഹയാതിഹി ദുന്യവിയ്യ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, മൂപ്പര് ദുന്യവിയായ ജീവിതത്തിന്റെ ഇടയ്ക്ക് മൂപ്പരിങ്ങനെ ചിന്തിച്ചു പോയതാണ്. എന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനത്തിന് യോജിക്കാത്ത ചില സംഗതികൾ ചിന്തിച്ചുപോയി. എന്താണെന്നറിയുമോ? വലസൗഫ യുഅതീക റബ്ബുക ഫതർളാ എന്ന ആയത്ത് ഇങ്ങനെ ഓതിയിട്ട് ഫകാന മിൻ ഹഖ്ഖിഹി അല്ലാ യർളാ ഇല്ലാ അൻ യഖ്ബലല്ലാഹു ശഫാഅതഹു ഫീ കുല്ലി കാഫിരിൻ. അല്ലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർളാ എന്നല്ലേ നബിയെ, തങ്ങൾക്ക് നാം നൽകും, തങ്ങളുടെ രക്ഷിതാവ് തങ്ങൾക്ക് നൽകും. ഫതർള, അപ്പൊ തങ്ങൾ തിരിച്ചിട്ടുണ്ടെന്നല്ല പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ എല്ലാ കാഫിരീങ്ങളുടെയും കൂടി വിഷയത്തിൽ അങ്ങോട്ട് ചോദിച്ചാ പോരായിരുന്നോ എന്നിങ്ങനെ നബി ചോദിച്ചാ കൊടുക്കൂലേ എന്നിങ്ങനെ ചിന്തിച്ചു പോയി. കണ്ടാ,
ഈ കുല്ലി കാഫിരിൻ മുഅ്മിൻ ലാകിന്നഹു എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാ ഖാല ഇല്ലാ ശഫാഅത്തി ലി അഹ്ലിൽ കബായിരി മിൻ ഉമ്മത്തി എന്നല്ലാതെ വേറൊന്നും പറഞ്ഞില്ലല്ലോ. ലാകിന്നഹു മാ ഖാല എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല ഇല്ലാ ശഫാഅത്തി ലി അഹ്ലിൽ കബായിരി മിൻ ഉമ്മത്തി എന്ന ഉമ്മത്തുകൾ അഹ്ലുൽ കബായിറിന എന്ന ശഫാഅത്ത് എന്നല്ലാതെ ഒന്നും പറഞ്ഞില്ലല്ലോ. എല്ലാവർക്കും കൂടി ഇത് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. എന്നാൽ എല്ലാവരും രക്ഷപ്പെടുന്നില്ലേ എന്ന് ഇങ്ങനെ അല്ലാതെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു. അതാണ് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇവിടെ ഒരു അതിർത്തി മാറാൻ വേണ്ടിയാണ് പിന്നെന്ത് ചെയ്തത്? ഈ അമ്പിയാക്കളൊക്കെ കൂടി ശുപാർശ വന്നത്. പക്ഷേ ശുപാർശക്ക് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഡിമാൻഡ് വെച്ചു. എന്താ ഡിമാൻഡ്? ഇതിന് കഫാറത്ത് വേണം. അതെന്താ കഫാറത്ത്? സ്വശരീരം കൊല്ലപ്പെടുക. അതാണ് അല്ലാതെ കൊല്ലുന്ന അന്നു ഞാനുണ്ടെങ്കിൽ അവർ കൈ പിടിച്ചെന്നും എന്ന് പറഞ്ഞോവർ. നിങ്ങൾ അല്ലാതെ കൊല്ലുന്ന അന്ന് ഞാനുണ്ടെങ്കിൽ അവർ കൈ പിടിച്ചെന്നും പിടിച്ചെന്നും എന്നു പറഞ്ഞോവർ. വേദിമാലയിലില്ലേ സുഹൃത്തുക്കളെ? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് ചിന്തിച്ചാൽ പോലുമുള്ള അവസ്ഥ. മനസ്സിലായ? ഇവരൊക്കെ വലിയ വലിയ ആൾക്കാരായതുകൊണ്ടാണ് ഹസനാത്തുൽ അബ്റാരി സയ്യാത്തുൽ മുഖറബിൻ. നമ്മക്കൊന്നും ഇപ്പൊ അതൊരു വിഷയമാവില്ല. കാരണം നമ്മൾ എപ്പോഴും തെറ്റിലാണ്. തെറ്റ് ചെയ്യാത്ത നേരമുണ്ടോ നമുക്ക്? അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും വലിയ വിഷയമല്ല. പക്ഷെ ഇവരതല്ലല്ലോ. ഇവര് വലിയ മഹാന്മാരല്ലേ. ആ മഹാന്മാരുടെ സ്ഥാനത്തോട് യോജിക്കാത്ത എന്തെങ്കിലും ചിന്ത കടന്നുകൂടിയാൽ പോലും അതിന് ശിക്ഷകളെന്ന് കിട്ടും. അതാണ് ഹസനാത്തുൽ അബ്റാരി സയ്യാത്തുൽ മുഖറബീൻ എന്ന് പറയുന്നത്. മനസ്സിലായ? അബ്റാരിങ്ങളായ ആളുകളുടെ ഹസനാത്ത് അത് സയ്യാത്തുൽ മുഖറബീൻ. അടുത്തുള്ള ആൾക്കാർ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത ആളുകളെ സയ്യാത്താണ്. നിങ്ങൾ നോക്കിയ സഹോദരന്മാരെ. അപ്പൊ അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. പിന്നെ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എല്ലാം കൊടുത്തു കഴിഞ്ഞു. എന്ത്? വലസൗഫ യുഅതീക റബ്ബുക ഫതർദാ. നോക്കൂ നിങ്ങള്, ഇവിടെ മുമ്പത്തെ ആയത്തും ഇതും കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. എത്ര മിനിറ്റാണ്? 7 മിനിറ്റ്. മുമ്പത്തെ ആയത്തും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എല്ലാം ബന്ധം എന്താണ്? മുമ്പ് പറഞ്ഞ ആയത്തിൽ നബി സല്ലല്ലാഹു റബ്ബുക വമാ ഖലാ അല്ലേ? മാ വദ്ദഅക നബിയെ തങ്ങളെ അള്ളാഹു ഉപേക്ഷിച്ചിട്ടില്ല. റബ്ബുക തങ്ങളുടെ രക്ഷിതാവ്. വമാ ഖലാ തങ്ങളോട് ദേഷ്യവുമില്ല നബിയെ. വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർദാ എന്നാ പിന്നെ പറയുന്നത്. അപ്പൊ എന്താ അപ്പൊ രണ്ടും തമ്മിലുള്ള ബന്ധം? മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു കന്നഹു തആലാ യഖൂലു ലാ ഉവദ്ദിഉക വലാ ഉബ്ഗിലുക ബല്ല അബ്ഗദു അലാ അഹദിൻ മിൻ അസ്ഹാബിക വഅത്ബാഇക വസിയാഇക വലബൻ ലിമർലാതിക വതതയ്യിബൻ ലിഖൽബിക. കണ്ടങ്ങൾ സഹോദരന്മാരെ? അപ്പൊ ആദ്യം പറഞ്ഞ് നിങ്ങൾ ഉപേക്ഷിക്കൂല എന്നാ. എങ്ങനെ ഉപേക്ഷിക്കൂല? നിങ്ങളോട് ദേഷ്യം വെക്കൂല. എങ്ങനെ ദേഷ്യം വെക്കൂല? അതായത് ലാ അബ്ഗു അലാ അഹദിൻ, ഒരാളുടെ മേലും ദേഷ്യമുണ്ടാകൂല നബിയെ എനിക്ക്. മനസ്സിലാ പറഞ്ഞത്? ലാ അബ്ഗു, എനിക്ക് ദേഷ്യമുണ്ടാകൂല. അലാ അഹദിൻ മിൻ അസ്ഹാബിക, നബിയെ തങ്ങളുടെ അനുയായികളിൽ നിന്ന് ഒരാളുടെ മേലും ദേഷ്യമുണ്ടാകൂല. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർദാ. അപ്പൊ നബിയെ അവിടുത്തെ അനുയായികൾ ഒരാളോട് എനിക്ക് ദേഷ്യം ഉണ്ടാവില്ല. അവിടുത്തെ
പിൻപറ്റിയവരോടും വാശിയായിക്ക് അവിടുത്തെ ഗ്രൂപ്പിനോടും അവിടുത്തെ വിഭാഗത്തോടും എന്താണ് ദേഷ്യമില്ലാതിരിക്കാൻ കാരണം? അള്ളാഹു പോലും അള്ളാഹുവിന്റെ റസൂലിന്റെ തൃപ്തി തേടിയിട്ട് തൃപ്തിക്ക് വേണ്ടി അവിടുത്തെ അനുയായികളോട് ദേഷ്യം വെക്കുന്നില്ല. പിന്നെയോ നബിയെ തങ്ങളുടെ ഖൽബിനൊരു സന്തോഷവും സമാധാനവും ഉണ്ടാവാൻ വേണ്ടി. എന്തോ സുഹൃത്തുക്കളെ, അതാണ് വലസൗഫ യുഅതീക റബ്ബുക ഫതർള എന്ന് പറയുന്നതും മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ എന്ന് പറഞ്ഞത് കൊണ്ടുമുള്ള താല്പര്യം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ റസൂലിന് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത് ദുന്യവിയും കൊടുത്തിട്ടുണ്ട്, ഉഖറവിയും കൊടുത്തിട്ടുണ്ട്. ഒരു നിലക്കും അത് അവിടുത്തെ ശരീരവുമായി ബന്ധപ്പെട്ടതിനുമുണ്ട്, ആത്മാവുമായി ബന്ധപ്പെട്ടതിനുമുണ്ട്. കണ്ടോ, ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖീഖത്ത് മുഹമ്മദിയ്യയും ഹഖീഖത്ത് അഹ്മദിയ്യയും. എന്താണ് ആ സ്ഥാനം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖീഖത്ത് അഹ്മദിയ്യ ഒരാളും കണ്ടിട്ടില്ല, ഒരാൾക്കും അറിയില്ല. എന്നാൽ ഹഖീഖത്ത് മുഹമ്മദിയ്യ തന്നെ പൂർണ്ണമായിട്ടും കാണാൻ സ്വഹാബത്തിനും എന്നല്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പോലും കഴിഞ്ഞിട്ടില്ല. അത്രക്കും വലിയ മഹത്വമാണ് ഹബീബിന്റെ ജസദിനുള്ളത്, അവിടുത്തെ റൂഹിനുള്ളത്, അവിടുത്തെ എല്ലാത്തിനുമുള്ളത്. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ കഴിയും, ഹഖീഖത്ത് മുഹമ്മദിയ്യ പോലും പൂർണ്ണമായും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പോലും കാണാൻ കഴിഞ്ഞിട്ടില്ല. അത്രക്കും അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടുത്തെ ശഅർ മുബാറക്കിന്റെ മഹത്വം. ആ ശഅർ മുബാറക്ക് വളരുന്നതിന്റെ കാരണം, ആ ശഅർ മുബാറക്ക് ഇട്ട വെള്ളം കുടിച്ചാൽ രോഗം മാറുന്നതിന്റെ കാരണം, തലവേദന മാറുന്നതിന്റെ കാരണം, അതുള്ള സ്ഥലത്ത് ബർക്കത്തുണ്ടാവുന്ന കാരണം, അതുള്ള രാജ്യത്ത് ഐശ്വര്യമുണ്ടാവാനുള്ള കാരണം, അത് കിട്ടിയവർക്ക് ഗുണമുണ്ടാവാനുള്ള കാരണം ഈ ഹഖീഖത്ത് മുഹമ്മദിയ്യയുടെ പവിത്രതയാണ്. മനസ്സിലായ? ഞാൻ മാല ചൊല്ലാനില്ലാതെ ഞാൻ അർത്ഥത്തിലല്ല, ഇനിയിപ്പോ അത് ക്ലിപ്പാവണ്ട. അപ്പൊ ഞാൻ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ തെറ്റ് സംഭവിച്ചു നിങ്ങൾ ഓർക്കണം കേട്ടോ. ഞാനിങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മളെ വായിലെ നാവല്ലേ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ വാളിപ്പോയി നിൽക്കും. ഉസ്താദുമാര് ശ്രദ്ധിക്കണം, പറഞ്ഞു തരണം എന്ന് അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി നാളെടുക്കാം. ഇനി നമുക്ക് പറയാനുള്ളത് അലം യജിദ്ക യതീമൻ ഫആവ മുതലാണ്. ബുരിഫത്ത് ഉസ്താദൊക്കെ ഉണ്ട്. ഉസ്താദൊക്കെ ഇപ്പൊ നല്ല ശ്രദ്ധിക്കണം. എന്തെങ്കിലുമൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിലേ ചിലപ്പോ നിങ്ങൾ അറിയാതൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യാം, ചിലപ്പോ അറിഞ്ഞിട്ടും വിവരമില്ലായ്മ കൊണ്ട് എന്ത് ചെയ്യും, ചിലപ്പോ വന്നും തരും. നമ്മള് ജാഹിലായ മനുഷ്യനല്ലേ. അപ്പൊ വിവരമില്ലായ്മ കാരണം എന്തെങ്കിലുമൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഉണർത്തി തരണം. കാരണം വിവരമില്ലായ്മയാണ് ഒരു മനുഷ്യന് കൂടുതലുള്ളത്. വിവരം വളരെ കുറവാണ്. വിവരമില്ലായ്മയാണ് നമ്മുടെ തലയിലൊക്കെ ആകേണ്ടത്. നമ്മൾ വലിയ വിവരമായിട്ട് ഇങ്ങനെ കൊണ്ടെടുക്കുന്ന കുറെ വിവരമില്ലായ്മ ഉണ്ട്. അത് എന്റെ അടുത്തൊക്കെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, പിന്നെ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വന്നു പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഉണർത്തണം. അപ്പോഴേ തിരുത്താൻ കഴിയുള്ളൂ എന്നും കൂടി അറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും നിങ്ങൾ കേട്ടതും ഒക്കെയും അല്ലാഹു സ്വാലിഹായ സൽക്രമമായി അല്ലാഹു നമ്മൾ ഇന്ന് സ്വീകരിക്കുമാറാവട്ടെ. അർഹമുർ-റഹീമായ മലിക്കുൽ മുലൂക്കായ രാജ സയ്യിദായ തമ്പുരാനെ, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സുന്നത്തുകൾ ഇത്തിബാഅ് ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അവിടുത്തെ സുന്നത്തുകളെ ഹിയാഹ് ചെയ്യാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ. റഹ്മുർ-റഹീമേ, നിന്റെ ഹബീബിനോടുള്ള മഹബ്ബത്ത് ഞങ്ങളുടെ ഖൽബിലേറ്റിത്തരണേ തമ്പുരാനെ. റഹ്മുർ-റഹീമായ റഹ്മാനെ, ഞങ്ങളുടെ ഖൽബിൽ നീ ഏറ്റിത്തരണേ തമ്പുരാനെ. വേറെ ഒന്നും ഞങ്ങളുടെ പ്രവർത്തനത്തിലില്ല. ഞങ്ങളെ ചെയ്യുന്ന അമലുകൾ
അതൊക്കെ മഖ്ബൂലാണോ മർദൂദാണോ എന്ന് പറയാൻ തന്നെ കഴിയില്ല അല്ലാഹ്. ആ ഹബീബിനോടുള്ള സ്നേഹം കൊണ്ടെങ്കിലും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അർഹമുർ-റഹീമായ റഹ്മാനെ, ഹബീബിനോടുള്ള മഹബ്ബത്ത് ഞങ്ങളുടെ ഖൽബിലേറ്റിയേറ്റിത്തരണേ റഹ്മാനെ. അവിടത്തോടൊരു നിരക്കുള്ള സംശയവും ഞങ്ങളുടെ ഹൃദയത്തിൽ ഇട്ട് തരല്ല റബ്ബേ. അവിടുത്തെ ആസാറുകളെ ബഹുമാനിക്കാനും ആദരിക്കാനും ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. പഠിച്ചവരെ, ഹബീബിന്റെ ആസാറുകൾ നിന്ദിക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെ പെടുത്തല്ല റഹ്മാനെ. അവർക്ക് നീ നല്ല മനസ്സിനെ കൊടുക്കണേ റഹ്മാനെ. ഫിത്തനക്കാരുടെ ഫിത്തനത്തോട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. അവർക്ക് നീ ഹിദായത്ത് നൽകണേ തമ്പുരാനെ, നല്ല മനസ്സ് നൽകണേ റഹ്മാനെ. അവരുടെ ഫിത്തനയിൽ നിന്ന് അവരെ നീ രക്ഷപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ റബ്ബേ, നിന്റെ ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട് ആ ഫിത്തന അവരിലേക്ക് തന്നെ നീ തിരിച്ച് അയക്കണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. السلام عليكم ورحمة الله وبركاته.